നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ ഓരോ വാക്കും അധികാരത്തിലെത്തിയപ്പോൾ പിൻവലിക്കാനുള്ളതായിരുന്നു, അതോ ജനങ്ങളുടെ വോട്ട് നേടാനുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ മാത്രമായിരുന്നു? കേരള രാഷ്ട്രീയം ഇന്ന് ഒരു ചോദ്യത്തിന് മുന്നിലാണ്. വാക്ക് അതല്ലേ പ്രധാനം, വാക്കേ എന്ന് രാഷ്ട്രീയ ധാർമ്മികതയുടെ പാഠം പറഞ്ഞ നേതാവ് ഇന്ന് സ്വന്തം വാക്കുകളുടെ പ്രതിപക്ഷമായി മാറിയിരിക്കുകയാണോ? വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചാൽ ഡിസ്റ്റിലറിമാർക്ക് കോടികളുടെ നേട്ടമാണെന്ന് പറഞ്ഞത് ആരായിരുന്നു? ഇന്ന് അതേ സർക്കാർ നികുതി കുറയ്ക്കുന്നു. PM ശ്രീ പദ്ധതി കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെ സംഘപരിവാർ അജണ്ടയ്ക്ക് അടിയറ വയ്ക്കുന്നതാണെന്ന് ആരോപിച്ചത് ആരായിരുന്നു? ഇന്ന് അതേ സർക്കാർ PM ശ്രീയുമായി മുന്നോട്ട് പോകുന്നു. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്താൽ കേരളത്തിന്റെ തീരവും പ്രകൃതി സമ്പത്തും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്നതാണെന്ന് മുന്നറിയിപ്പ് നൽകിയതും ഇതേ രാഷ്ട്രീയ നേതൃത്വമായിരുന്നു. ഇന്ന് അതേ സർക്കാർ സ്വകാര്യ നിക്ഷേപത്തിനായി വാതിലുകൾ തുറക്കുന്നു. ഇന്നലെ എതിർത്തത് ഇന്ന് നടപ്പാക്കുന്നു. ഇന്നലെ കുറ്റപ്പെടുത്തിയതിനെ ഇന്ന് ന്യായീകരിക്കുന്നു. ഇന്നലെ ജനങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഇന്ന് അധികാരത്തിന്റെ സൗകര്യത്തിനനുസരിച്ച് തിരുത്തുന്നു. അപ്പോൾ ചോദ്യം വളരെ ലളിതമാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇന്ന് സർക്കാർ ചെയ്യുന്നത് തെറ്റാണ്. ഇന്ന് സർക്കാർ ചെയ്യുന്നതാണ് ശരിയെങ്കിൽ ഇന്നലെ ജനങ്ങളോട് പറഞ്ഞത് തെറ്റായിരുന്നു. രണ്ടും ഒരേ സമയം ശരിയാകില്ല. ഇത് രാഷ്ട്രീയ വിശ്വാസ്യതയുടെ പരീക്ഷണമാണ്. അധികാരം മാറുമ്പോൾ നയവും മാറുമോ, അതോ വാക്കിന്റെ വില മാത്രമാണോ നഷ്ടമാകുന്നത്? വാക്കാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞ സർക്കാർ സ്വന്തം വാക്ക് തന്നെ മാറ്റി എഴുതുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കേണ്ടത് ഇന്നലെയോ ഇന്നിനെയോ? തുടർച്ചയായ നയം മാറ്റങ്ങൾ സതീശൻ സർക്കാരിനെ പാർട്ടിക്കുള്ളിൽ പോലും വിമർശന വിധേയമാക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. വാക്കിന് വീര്യം കുറയുകയാണോ? വീര്യം കുറഞ്ഞ മദ്യത്തിന് കഴിഞ്ഞ ബജറ്റിൽ നികുതി കുറച്ചതാണ് ഇപ്പോൾ വലിയ വിമർശന വിധേയമായി മാറിയിരിക്കുന്നത്. നേരത്തെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ അന്ന് പിണറായി വിജയൻ സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തിയ സമയത്ത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പറഞ്ഞത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുവാനുള്ള നീക്കം അത് കമ്പനികൾക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുവാനുള്ള ഏർപ്പാടും സർക്കാരിന് വരുമാന നഷ്ടം ഉണ്ടാക്കുന്നതുമാണെന്നാണ്. പക്ഷേ ഇപ്പോൾ അതേ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായ സമയത്ത് അവതരിപ്പിച്ച ബജറ്റിൽ തന്നെയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി 120%, 175%ആക്കി കുറച്ചത്. ഇന്നപ്പോൾ അതിനെ സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ഇത് വിമർശന വിധേയമാവുകയാണ്. PM ശ്രീ പദ്ധതി, അതിനുശേഷം ധാതു സമ്പത്ത് സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നത്, ഈ രണ്ട് വിഷയങ്ങളും UDFന്റെ നയം മാറ്റമാണ്. അതിന് പിന്നാലെയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്ന വിഷയവും വന്നിരിക്കുന്നത്. തുടർച്ചയായ ഈ നയം മാറ്റങ്ങൾ എങ്ങനെ ഇത്രയും പെട്ടെന്ന് നടപ്പാക്കാൻ പറ്റുന്നു എന്നതാണ്, ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ ഇത്രയും നയം മാറ്റങ്ങൾ സർക്കാരിൽ നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ശ്രീ ശ്രീജിത് പണിക്കർ, ശ്രീ റോണി കെ ബേബി MLA, ശ്രീ MK ഹരിദാസ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ റോണി കെ ബേബി MLA, ഇതിപ്പോൾ ഒന്നല്ല 3 വേണമെങ്കിൽ ഇപ്പോൾ തന്നെ എടുത്തു പറയാം. ഇപ്പോൾ പറഞ്ഞ 3 കാര്യങ്ങളിലും എന്തുകൊണ്ട് ഇങ്ങനെ നയം മാറ്റങ്ങൾ ഉണ്ടാകുന്നു? ഇത് UDFന്റെ നയമല്ലല്ലോ. ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ മദ്യനയത്തിന്റെ കാര്യത്തിൽ തന്നെ UDFന്റെ നിലപാട് എന്ന് പറയുന്നു. UDF സർക്കാർ പുതിയ മദ്യനയം പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും UDFന്റെ നിലപാട് മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ട് വരിക എന്നത് തന്നെയാണല്ലോ. അതിൽ മാറ്റം വന്നിട്ടില്ല. അതുമാത്രമല്ല, പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെ ഒരു നീക്കം നടക്കുമ്പോൾ, ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുവാനുള്ള നീക്കം നടന്നപ്പോൾ തന്നെ അതിനെ എതിർത്തതാണ് UDF. പക്ഷേ അധികാരത്തിലെത്തി ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നികുതി കുറയ്ക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. അത് ഡിസ്റ്റിലറിമാർക്ക് സഹായം നൽകുക എന്നതിനപ്പുറം, സർക്കാരിന് വരുമാന നഷ്ടം ഉണ്ടാക്കുക എന്നതിനപ്പുറം മറ്റെന്തായിട്ട് വ്യാഖ്യാനിക്കേണ്ടി വരും? ഇവിടെ മഞ്ജുഷ 3 കാര്യങ്ങളാണ് ഇൻട്രോയിൽ ചൂണ്ടിക്കാട്ടിയത്. UDF അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ മുൻ നിലപാടുകളിൽ വെള്ളം ചേർത്തു, മാറ്റം വരുത്തി എന്നൊക്കെയാണല്ലോ അങ്ങ് പറഞ്ഞത്. ഞങ്ങളുടെ നിലപാടുകളിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇപ്പോൾ അങ്ങ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ വീര്യം കുറഞ്ഞ മദ്യത്തിന് എന്തോ നികുതി ഞങ്ങൾ കുറച്ചു എന്നാണ് അങ്ങ് ഇവിടെ പറഞ്ഞത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിൽ ഇതുവരെ ഒരു തുള്ളി പോലും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ചിട്ടുമില്ല. അതിന് ഇതുവരെ ഒരു നികുതി ഘടന തീരുമാനിച്ചിട്ടുമില്ല. ഞങ്ങളുടെ ബജറ്റ് പ്രസംഗത്തിൽ വളരെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇതാണ്.
2022 അബ്കാരി പോളിസി, ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന അബ്കാരി പോളിസി, അവിടെ പറഞ്ഞിരിക്കുന്നത് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുമെന്നാണ്. പക്ഷേ അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് ഇതുവരെ ഒരു നികുതി ഘടന തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു നികുതി ഘടന തീരുമാനിക്കാത്ത പശ്ചാത്തലത്തിൽ 0.5% മുതൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന് 120%വും 10% മുതൽ 20% വരെ വീര്യമുള്ള മദ്യത്തിന് 175% വിൽപ്പന നികുതി ഞങ്ങൾ തീരുമാനിക്കുക. ഈ ഗവൺമെൻറ്റാണ് തീരുമാനിച്ചത്. ഇതുവരെ അങ്ങനെ ഒരു വിൽപ്പന നികുതിയുമില്ല. അങ്ങനെ ഒരു സാധനം ഇതുവരെ ഉൽപ്പാദിപ്പിച്ചിട്ടുമില്ല. ഇടതുപക്ഷ സർക്കാരിൻ്റെ 2022-23 ബജറ്റിലും 24-25 ബജറ്റിലും വളരെ കൃത്യമായി തന്നെ ധനകാര്യമന്ത്രി പറഞ്ഞത് ഇവിടെ ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുമെന്നും പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെ ഉള്ള സ്രോതസ്സുകളിൽ നിന്നും അത് ഉൽപ്പാദിപ്പിക്കുമെന്നും അതിനുവേണ്ടി 2 കോടി രൂപ മാറ്റിവെച്ചു. നമ്മുടെ തിരുവനന്തപുരത്തെ കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ മരച്ചീനിയിൽ നിന്നും എഥനോൾ ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ അകത്തുനിന്ന് വീര്യം കുറഞ്ഞ മദ്യം, അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ്, അബ്കാരി പോളിസിയാണ്. ഞങ്ങൾ അവിടെ ആകപ്പെടെ പറഞ്ഞിരിക്കുന്നത് ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല. അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ബിയറും വൈനും ഒക്കെ ഒഴികെ. അല്ലാതെ ബിയറും വൈനും ഒന്നും അതിൻ്റെ ഉൾപ്പെടുത്തിയിട്ടില്ല, പഴവർഗ്ഗങ്ങളിൽ നിന്നും. കാരണം അത് എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ കാലമായി നിലനിന്ന ഒരു ആവശ്യമാണ്. കർഷകർക്ക് ഈ വിലത്തകർച്ച മൂലം ബുദ്ധിമുട്ടുന്ന കർഷകർക്ക് നമുക്കറിയാം, കശുമാവിൽ നിന്നും അതുപോലെ തന്നെ പൈനാപ്പിളിൽ നിന്നും ഒക്കെ നമുക്ക് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും. അപ്പോൾ കർഷകർക്ക് കൂടി അത് ലാഭകരമാകുന്ന രീതിയിൽ, വീര്യം കുറഞ്ഞ രീതിയിൽ മദ്യം ഉൽപ്പാദിപ്പിച്ച് അതിന് ഞങ്ങളൊരു നികുതി ഘടന, ഞങ്ങൾ പോസിറ്റീവായിട്ടാണ് ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ അല്ലല്ല, ഇത് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പക്ഷേ അന്ന് വി ഡി സതീശൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? അന്ന് LDF സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ, അന്ന് LDF സർക്കാർ അങ്ങനെ ഒരു നീക്കം നടത്തിയിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ പറഞ്ഞത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ അത് വലിയ ഡിസ്റ്റിലറികളിൽ എത്തിക്കുവാനുള്ള അഴിമതിയാണ് ഇത്. ഇങ്ങനെ പറഞ്ഞത് അന്ന് വി ഡി സതീശനാണ് പറഞ്ഞത്. അപ്പോൾ LDF സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് തന്നെ എന്തിന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു? ഇപ്പോൾ അതേ രീതിയിൽ തന്നെയാണല്ലോ മുന്നോട്ട് പോകുന്നത്. 251% നികുതി, 120ഉം 175ഉമാണ്. അപ്പോൾ ഇങ്ങനെയാണല്ലേ വരികയുള്ളൂ. അത് മാത്രമല്ല, KC വേണുഗോപാൽ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചു കാണുമല്ലോ. അദ്ദേഹവും പറഞ്ഞത് ഒരു നയമുണ്ട്, ആ നയത്തിന് വിഘാതമായിട്ട് കാര്യങ്ങൾ സംഭവിച്ചുകൂടാ എന്നുള്ളതാണ്. ഇത് കോൺഗ്രസിനുള്ളിൽ തന്നെ അങ്ങനെ വിമർശനമുണ്ട്. VM സുധീരൻ പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ വായിച്ചുവല്ലോ. എന്നിട്ടും പറയുന്നു ഞങ്ങൾ പുതുതായിട്ടൊരു തീരുമാനം എടുത്തതാണ്, മുൻ സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നില്ല എന്ന്. അപ്പോൾ അന്ന് വി ഡി സതീശൻ എന്തിനാണ് മുൻ സർക്കാരിനെ അന്നത്തെ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇത്തരം വാക്കുകൾ പ്രയോഗിച്ചത്? ഞാൻ ബഹുമാനപ്പെട്ട മഞ്ജുഷിനെ ഞാൻ ചലഞ്ച് ചെയ്യട്ടെ. ഇടതുപക്ഷ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു ഔദ്യോഗിക ഡോക്യുമെന്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് 251% നികുതിയായി നിശ്ചയിച്ച ഒരു വരിയെങ്കിലും എന്തിനാണ് ഈ വാക്കുകൾ പ്രയോഗിച്ചത്? അല്ലല്ല, അപ്പോൾ പിന്നെ താങ്കൾ ഇത് പറയണം, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കുവാനുള്ള നടപടിയുമായിട്ട് LDF സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അത് എതിർക്കപ്പെടേണ്ടതാണ്. ഡിസ്റ്റിലറികൾക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇതെന്ന് എന്തുദ്ദേശത്തിലാണ് അദ്ദേഹം പറഞ്ഞത്? എന്തായിരുന്നു അങ്ങനെ പറയുവാനുള്ള കാരണം? ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. മഞ്ജുഷിന് ഓർമ്മയുണ്ട്, ഞാൻ ഉൾപ്പെടെ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്നൊരു വിവാദം ഉണ്ടായിരുന്നല്ലോ. ടൂറിസം മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസ് അന്ന് അബ്കാരി വകുപ്പ് പോലും അറിയാതെ, എക്സൈസ് വകുപ്പ് പോലും അറിയാതെ അന്ന് ഏകപക്ഷീയമായിട്ടൊരു തീരുമാനം ഉണ്ടായി, ചർച്ച നടത്തി, ഒരു ഡ്രാഫ്റ്റ് അബ്കാരി പോളിസി തയ്യാറാക്കി വീര്യം കുറഞ്ഞ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്നൊരു വിവാദമുണ്ടായി. അന്ന് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള മദ്യവിഭാഗങ്ങളുടെയും നികുതി കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് സർക്കാർ നീക്കം നടത്തിയപ്പോൾ വി ഡി സതീശൻ അങ്ങനെ ഒരു പരാമർശം തീരുമാനിച്ചിട്ടില്ല എന്ന്. തീരുമാനിക്കാത്ത കാര്യത്തിന്, നികുതി നിശ്ചയിച്ചിട്ടില്ലാത്ത കാര്യത്തിന് എങ്ങനെ നികുതി കുറയ്ക്കുവാനുള്ള ഒരു നടപടിയുമായിട്ട് സർക്കാർ മുന്നോട്ട് വരുന്നു എന്ന് അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും സാർ. 120, 175 എന്നുള്ളത് കുറഞ്ഞ നികുതിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതാണ് ഡിസ്റ്റിലറികളെ സഹായിക്കുന്നതിനാണ് എന്ന് ഇപ്പോൾ പറയുന്നത്, ഇപ്പോഴത്തെ പ്രതിപക്ഷം പറയുന്നത്. അന്ന് പ്രതിപക്ഷത്തായിരുന്ന വി ഡി സതീശന് പറയുവാൻ അവകാശമുണ്ടെങ്കിൽ ഇന്നത്തെ പ്രതിപക്ഷത്തിന് അത് പറയുവാനുള്ള അവകാശമുണ്ട്.
ഇല്ല, ഞാൻ അതിന്റെ കോണ്ടെക്സ്റ്റ് വളരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ. അന്നുണ്ടായ വിവാദം മഞ്ജുഷ ഓർക്കുന്നുണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അന്ന് ടൂറിസം മന്ത്രി തന്നെ നേരിട്ട് അബ്കാരികളുമായി ചർച്ച നടത്തി. ആ ചർച്ചയിലുണ്ടായ നിർദ്ദേശങ്ങൾ അത് പുറത്തു വന്നു. ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്ന് പ്രതിപക്ഷ നേതാവ് അന്ന് ഉയർന്ന നിർദ്ദേശങ്ങൾ ഇതുപോലെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഈ നികുതി ഉൾപ്പെടെ. അന്ന് എന്താ, ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുന്നില്ല, കേരളത്തിൽ ടൂറിസം ഒരുപാട് കൂട്ടണം, അതിന് ഈ പറയുന്ന മദ്യത്തിന്റെ ഉൾപ്പെടെയുള്ള നികുതി കുറയ്ക്കണം, 24 മണിക്കൂർ മദ്യഷാപ്പുകൾ തുറന്നിടണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ ചർച്ചയുണ്ടാകുകയും MP രാജേഷ് ഉൾപ്പെടെ അന്ന് അതിർത്തി പ്രകടിപ്പിച്ചതും എക്സൈസ് മന്ത്രി അറിയാതെ ഒരു ഡ്രാഫ്റ്റ് അബ്കാരി പോളിസി രൂപീകരിച്ചതുമൊക്കെ പ്രിയപ്പെട്ട ശ്രീ മഞ്ജുഷ് ഉൾപ്പെടെ ഇപ്പോഴത്തെ എക്സൈസ് മന്ത്രി പറഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോഴത്തെ എക്സൈസ് മന്ത്രി പറഞ്ഞിട്ടില്ല. പറഞ്ഞത് എം ലിജു എക്സൈസ് മന്ത്രി പറഞ്ഞിട്ടില്ല ഈ വിവരം. അല്ല 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 അതെ 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 അല്ല അല്ല ഏതൊക്കെയാലും ബഹുമാനപ്പെട്ട ശ്രീ എം ലിജു, ഞാൻ ഇന്നും നിയമസഭയിലെ പ്രിയപ്പെട്ട ശ്രീ എം ലിജുവിന്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നതാണ്. അവർ വളരെ കോർട്ടിയിലായിട്ടൊക്കെ തന്നെയാണ് ഇവിടെ വളരെ കൃത്യമായി വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ എന്ന വാചകം തന്നെയാണ് അന്ന് വി ഡി സതീശൻ പറഞ്ഞിരുന്നത്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞത്. ആ ബൈറ്റ് ഞാൻ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാം, അദ്ദേഹം ഒന്ന് പറഞ്ഞ കാര്യം. ഒരു സെക്കൻഡ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിന്റെ പുറകിൽ. ഇതാണ് വി ഡി സതീശന്റെ അന്നത്തെ വാക്കുകൾ. കോടികൾ അതെ വി ഡി സതീശൻ പറഞ്ഞത് വളരെ കൃത്യമായല്ലോ. അല്ല മഞ്ജുഷേ, ഇന്നത്തെ വാർത്തകൾ നോക്ക്. 100 കോടി രൂപയാണ് ഈ പറയുന്ന വൻകിട മദ്യ മുതലാളിമാർ സംസ്ഥാന സർക്കാരിന് നികുതിയായിട്ട് നൽകേണ്ടത് കഴിഞ്ഞ ഈ ഒറ്റ വർഷം കൊണ്ട്. കാരണം ഇത് ഇലക്ഷൻ വർഷമാണ്. ഈ 100 കോടി രൂപ ആരുടെയൊക്കെ പോക്കറ്റിലേക്കാണ് പോയതെന്ന് പരിശോധിക്കട്ടെ. ബിവറേജസ് കോർപ്പറേഷന്റെ വരുമാനത്തിൽ വർധനമുണ്ടായി. എത്ര കോടിയാ വർധനമുണ്ടായത്? 6.61% വർദ്ധിച്ചപ്പോൾ ഈ പറയുന്ന വൻകിട ബാർ ഉടമകളുടെ ഭാഗത്തു നിന്നുള്ള നികുതി വരുമാനത്തിൽ എത്ര രൂപ കുറഞ്ഞെന്നറിയോ? 107 കോടി രൂപ കുറവുണ്ടായി. 17.74% കുറവുണ്ടായി. വി ഡി സതീശൻ പറഞ്ഞു എവിടെയാ തെറ്റ് സംഭവിച്ചിരിക്കുന്നത്? ഈ 2022-23 രൂപീകരിച്ച അബ്കാരി നയം എന്ന് പറയുന്നത് വൻകിട മദ്യ മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടി. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, ധനകാര്യമന്ത്രി ബാലഗോപാൽ തന്നെ നിയമസഭയിൽ പറഞ്ഞ മറുപടി ഞാൻ പറയാം. 2019 മുതൽ 24 വരെ കേരളത്തിൽ 1000-ൽ പരം ബാറുകൾ ഉള്ളതിൽ ആകെ റെയ്ഡ് നടന്നിരിക്കുന്നത്, പരിശോധന നടന്നിരിക്കുന്നത് വെറും 109 ബാറുകളിൽ മാത്രം. 2024 ശേഷം 2 വർഷം കഴിഞ്ഞു, ഒറ്റ ബാറിൽ പോലും ഈ പറയുന്ന എക്സൈസ് മന്ത്രിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് എക്സൈസിനൊന്ന് റെയ്ഡ് പോലും നടത്തപ്പെട്ടിട്ടുണ്ടോ? കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ബാർ ഉടമകളാണ് അവരുടെ നികുതി തീരുമാനിക്കുന്നത്. കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ട്. പിന്നെ എന്തിനാ ഈ സർക്കാർ? അങ്ങനെയാണെങ്കിൽ വി എം സുധീറിന്റെ ഈ വാക്കുകളെ താങ്കൾ തള്ളിക്കളയുകയാണോ? വി എം സുധീറിന്റെ ഈ വാക്കുകളെ താങ്കൾ തള്ളിക്കളയുകയാണോ? ജനങ്ങളോടുള്ള വാഗ്ദാന ലംഘനമാണ്. വീര്യം കുറഞ്ഞതെന്ന പേരിൽ നടത്തുന്ന ഏതൊരു മദ്യവ്യാപനവും ആപൽക്കരമാണെന്ന് ലോകാരോഗ്യ സംഘടന തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിർദ്ദേശം ബജറ്റിൽ വന്നത് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയുടെ അന്തസത്തയ്ക്ക് തന്നെ നിരക്കാത്തതാണ്. തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പ്രകടനപത്രികയിൽ ഉണ്ടായിരുന്നത് മദ്യത്തിന്റെ ഉപഭോഗം ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവരും എന്നുള്ള കാര്യമാണ്. ഈ നിർദ്ദേശവുമായി ഒരു കാരണവശാലും മുന്നോട്ട് പോകരുത്, അത് പിൻവലിച്ചേ മതിയാകൂ എന്ന് വി എം സുധീരൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ താങ്കൾ തള്ളിപ്പറയുകയാണോ ചെയ്യുന്നത്? താങ്കൾ ഈ നികുതിയുടെ കാര്യം ഞങ്ങളാണ് ആദ്യമായിട്ട് തീരുമാനിച്ചതെന്ന് പറയുന്നു, നികുതി കുറച്ചിട്ടില്ല എന്ന് പറയുന്നു. നികുതി കുറച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം എന്തിന് ഇങ്ങനെയുള്ള വാചകങ്ങൾ പ്രയോഗിക്കണം? മഞ്ജുഷേ, ഞാനിത് പറയട്ടെ, നമ്മുടെ ബഡ്ജറ്റിലെ പുതിയ നികുതി നിർദ്ദേശങ്ങൾ, ആ നികുതി നിർദ്ദേശങ്ങൾ ഭാഗമായി വന്നിട്ടുണ്ട്. എന്താണ് ഞങ്ങളുടെ അബ്കാരി നയം എന്നുള്ള അബ്കാരി പോളിസി പറയട്ടെ, അപ്പൊ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഞാനും മഞ്ജുഷ ഉൾപ്പെടെ നമുക്ക് ചർച്ച ചെയ്യാം. ഇത് ഗവൺമെന്റ് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, ഒരു പ്രൊപ്പോസൽ. കാരണം എന്താ? കാരണം പല ബജറ്റിൽ തീരുമാനം തന്നെയാണ് അത്. അല്ലല്ല, തീരുമാനമായിട്ട് തന്നെയാണ്. ഇനി തിരുത്തൽ വരുത്തുമായിരിക്കും ചിലപ്പോൾ, കാരണം ഇത്രയും വിമർശനങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ. പക്ഷേ അത് തീരുമാനമായിട്ട് തന്നെയാണ് ബജറ്റിൽ പറഞ്ഞത്. അല്ലാതെ തീരുമാനിക്കാൻ മഞ്ജുഷ തീരുമാനിക്കാൻ ഒരു തുള്ളി പോലും മഞ്ജുഷ കൃത്യമായി അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബിയറും വൈനും ഒഴികെയുള്ള ഈ പറയുന്ന ഈ ഫല ഇതിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നും അങ്ങനെ ഒരു തുള്ളി പോലും മദ്യം കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഈ ഉൽപ്പാദിപ്പിക്കാത്ത അറിയാലോ. നികുതി കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ കമ്പനികൾ വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുമായിട്ട് നേരത്തെ ഡീൽ ഉറപ്പിച്ചിട്ടുണ്ടാവാം. അങ്ങനെയുള്ള വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ. നികുതി കുറഞ്ഞത് കണ്ടാൽ കമ്പനികൾ ഒഴുകിയെത്തും. അങ്ങനത്തെ കമ്പനികൾ വരുവോ ഇല്ലയോ എന്നൊക്കെയുള്ള ഞങ്ങളുടെ അബ്കാരി നയം വരട്ടെ. ഏതെങ്കിലും ഞങ്ങൾക്ക് ഒരു അബ്കാരി നയം ഉണ്ടാവുമല്ലോ. പ്രോത്സാഹനമാണല്ലോ ഇത്, വരുവാനുള്ള പ്രോത്സാഹനമാണല്ലോ ഇത്, വരുവാനുള്ള പ്രോത്സാഹനമാണല്ലോ.
അങ്ങനെ ഒരു പ്ലാന്റ് ഇവിടെ തുടങ്ങാനോ അങ്ങനെയുള്ള ഉൽപാദകർക്ക് ലൈസൻസ് കൊടുക്കാനോ ഒക്കെ ഒരു സ്റ്റാൻഡ് വരുമ്പോൾ നമുക്ക് അന്നേരം ചർച്ച ചെയ്യാന്നേ. ഇത് UDF ചർച്ച ചെയ്ത്, മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത്, ഇത് പലതരത്തിലുള്ള ബഡ്ജറ്റ് പ്രപ്പോസലുകൾ വരും. കാരണം നമുക്കറിയാം കേരളത്തിൽ 19,000 കോടി രൂപയുടെ വലിയ ബാധ്യത നിൽക്കുന്നത്. നമുക്ക് ഉള്ള സാധ്യതകൾ എന്താണെന്ന് പരിശോധിക്കും. അത് വേണോ വേണ്ടോ എന്നുള്ളത് UDF കൂടി ചർച്ച ചെയ്ത്, മന്ത്രിസഭ ചർച്ച ചെയ്ത്, ഞങ്ങളുടെ അബ്കാരി നയം ഒഫീഷ്യലായിട്ട് വരും, ഗവൺമെന്റ് ഓർഡർ ആയിട്ട് വരും. 2022 മാർച്ച് 31 LDF സർക്കാരിന് മദ്യനയം വന്നത്. ആ മദ്യനയമാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത്. ആ മദ്യനയം എങ്ങനെയാകണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. ശരി, ഇപ്പോൾ ഞാൻ ഇടപെടുകയാണ്. ശ്രീ റോണി കെ ബേബി MLA ഞാനൊന്ന് ഇടപെടുകയാണ്. ശ്രീ ശ്രീത് പണിക്കർ, ശ്രീ MK ഹരിദാസ് എന്നിവരും ചേരുകയാണ്. ശരി, ശ്രീത് പണിക്കർ, ഇവിടെ റോണി കെ ബേബി MLA പറഞ്ഞത് താങ്കളത് ജോയിൻ ചെയ്യാൻ കുറച്ച് വൈകിയതുകൊണ്ട് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടോ താങ്കൾ കേട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളാണ് ആദ്യമായിട്ട് ഒരു ബജറ്റ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിന്, അതിൻ്റെ ഈ പെർസെൻറ്റേജ് ഉണ്ടല്ലോ, അതിൽ ആദ്യത്തെ ഇനത്തിന് 120%, രണ്ടാമത്തേതിന് കുറച്ചുകൂടി വീര്യം കൂടിയതിന് 175%. ഇങ്ങനൊരു പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടില്ലായിരുന്നു നികുതിയുടെ കാര്യത്തിൽ. അതല്ലാതെ നികുതി കുറച്ചു എന്ന് പറയുന്നതിൽ കാര്യമില്ല, അത് തെറ്റായ പ്രചാരണമാണെന്നാണ് ശ്രീ റോണി കെ ബേബി MLA പറയുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എന്തായാലും അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. ശ്രീ മഞ്ജുഷ്, എനിക്ക് ആദ്യം തന്നെ ശ്രീ റോണി കെ ബേബിയോട് പറയാനുള്ളത്, ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് ഈ രീതിയിലത്തേക്കുള്ള ഒരു നിലപാട് യൂട്ടേൺ എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ മന്ത്രിമാരെയും MLA-മാരെയും മണ്ടന്മാരാക്കാൻ സാധിച്ചേക്കും. പക്ഷേ പൊതുജനങ്ങളെ മണ്ടന്മാരാക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കണം. ദയവ് ചെയ്ത് യുക്തിഹീനമായിട്ടുള്ള വാദങ്ങൾ ഒരു ചർച്ചയിൽ കൊണ്ടുവന്ന് പറയരുത്. താങ്കൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു ഇന്റഗ്രിറ്റി ഉണ്ട്. അപ്പൊ അത് മറ്റൊരാളിന്റെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് അത് കളയരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്. കാരണം താങ്കളിൽ വിശ്വസിച്ച് താങ്കളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ജനസാമാന്യൻ അവിടെ ഉണ്ട് എന്നുള്ള ഒരു ബോധം ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് ഉണ്ടാകേണ്ടതാണ്. വളരെ വ്യക്തമായിട്ട് കേരളത്തിലുള്ള എല്ലാവർക്കും, കോൺഗ്രസിനെ അനുകൂലിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഇന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, ശ്രീ VD സതീശൻ നേരത്തെ പറഞ്ഞിരുന്ന നിലപാടിൽ നിന്ന് യൂട്ടേൺ എടുത്തിട്ടുണ്ട്. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള നീക്കം കോടികളുടെ അഴിമതിയാണ് എന്നാണ്. അത് രണ്ട് രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, സർക്കാരിന് കിട്ടേണ്ടുന്ന കോടികൾ നഷ്ടപ്പെടുത്തുന്നു. രണ്ട്, അത് വൻകിട ഡിസ്റ്റിലറികൾക്ക്, പ്രൈവറ്റ് എൻറ്റിറ്റികൾക്ക് അത് എത്തിക്കുന്നു. അപ്പൊ അതിനെ ഒരു അഴിമതി എന്ന രീതിയിലാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത്. ഇപ്പോ ശ്രീ VD സതീശൻ, അദ്ദേഹം തന്നെയാണ് ധനമന്ത്രി, അദ്ദേഹം ഈ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? വീര്യം കുറഞ്ഞിരിക്കുന്ന മദ്യം, അതിന് നികുതി കുറയ്ക്കുന്നു. അത്രയും കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അതിന്റെ ബാക്കി കാര്യങ്ങളോ അതിന്റെ സാങ്കേതികത്വം ഒക്കെ അവിടെ നിൽക്കട്ടെ. 210 ആയിരുന്നതിനെ 160 ആക്കി എന്നൊക്കെ പറയുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. അദ്ദേഹം എന്താണ് ചെയ്തിരിക്കുന്നത്? പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുകയാണ്. വളരെ കാര്യമായിട്ട് നികുതി കുറയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 2 വർഷം മുമ്പ് ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞ അതേ കാര്യമാണെങ്കിൽ ഇത് സ്വകാര്യ ഡിസ്റ്റിലറികൾക്ക് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് സർക്കാരിന് കിട്ടേണ്ടുന്ന വലിയ വരുമാനത്തിലെ കോടികൾ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 3, ഇത് പാർട്ടിക്ക് ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അഴിമതിയാണ്, കൊള്ളയാണ്. ഇത് കോൺഗ്രസ് മാറുന്നു അല്ലെങ്കിൽ CPM മാറി കോൺഗ്രസ് ആകുന്ന സമയത്ത് ഈ പ്രക്രിയ ആകമാനം മാറണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ അത് വിശ്വസിക്കാനായിട്ടുള്ള അത്രത്തോളം വിഡ്ഢിത്തം ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്, ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ശ്രീ റോണി കെ ബേബി മനസ്സിലാക്കേണ്ടത്, മദ്യനയം എന്ന് പറയുന്നത് UDF-ന്റേതായിട്ട് വരേണ്ടുന്ന ഒരു നയമാണ്. അപ്പൊ അത് ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള അവകാശം എക്സൈസ് വകുപ്പിലായിരിക്കണം, മന്ത്രി ശ്രീ ലിജുവിനായിരിക്കണം. അദ്ദേഹം അറിഞ്ഞിട്ടില്ല, അദ്ദേഹം കേട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹവുമായി കൺസൾട്ട് ചെയ്തിട്ടില്ല ഈ രീതിയിലത്തേക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നതിന്. അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്ന ക്യാപ്സൂൾ ഈ ശതമാനത്തിനെ കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ടാക്സിന്റെ കാര്യം മാത്രമാണ് പറയുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണോ? വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നയപരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. അല്ല, അത് റോണി കെ ബേബി MLA ഇവിടെ പറഞ്ഞത് 251% എന്ന് നിശ്ചയിച്ചിട്ടില്ലായിരുന്നു എന്നാണ്. ഇതൊരു പുതിയ നികുതി ഘടന എന്ന രീതിയിൽ അവതരിപ്പിച്ചതാണ്. 120ഉം 175ഉം എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, അത് തീരെ നിലനിൽക്കാത്ത ഒരു വാദമാണ്. അങ്ങനെയാണ് എങ്കിലും ശ്രീ VD സതീശൻ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അത് കുറഞ്ഞ നികുതിയാണ് എന്ന് തന്നെയാണല്ലോ. അല്ലാതെ നികുതി കൂടുതലായിട്ടുള്ള നികുതിയിൽ ഇവിടെ ഇറക്കുന്നു എന്നല്ലല്ലോ പറയുന്നത്. നേരത്തെ പ്രപ്പോസ് ചെയ്യപ്പെട്ടിരുന്ന നികുതി എത്രയാണോ ആ നികുതിയിൽ നിന്ന് വീണ്ടും കുറയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നികുതി കുറച്ച് വിപണിയിലേക്ക് എത്തിക്കുന്നു എന്നത് തന്നെയാണ്. അപ്പൊ അതൊരു മദ്യനയവുമായി ബന്ധപ്പെട്ട് വരേണ്ടത് പോളിസിയാണ്. ഒരു കാര്യം ഞാൻ ആദ്യമേ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയാം. വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ ഇറക്കുന്നതിനോ അതിന് ടാക്സ് കുറയ്ക്കുന്നതിനോ ഒന്നും എനിക്ക് യാതൊരു വിധത്തിലുള്ള എതിരഭിപ്രായവുമില്ല.
പക്ഷേ അതൊരു പൊളിറ്റിക്കൽ പോളിസി ആയിട്ട് തൊട്ടുമുമ്പുണ്ടായിരുന്ന ഒരു സർക്കാർ അത് കൊണ്ടുവരുമ്പോൾ അതിനെ വിമർശിച്ചിരുന്ന ആൾക്കാർ ഇപ്പോൾ അത് നടപ്പാക്കാൻ പോകുന്ന സമയത്ത് ഒന്നുകിൽ പറയണം ഞാൻ ഒരു യു ടേൺ എടുക്കുകയാണ്, അതല്ല എങ്കിൽ പറയണം എനിക്ക് നേരത്തെ തെറ്റുപറ്റിയിരുന്നു, പഴയ ഗവൺമെന്റിനോട് ഞാൻ അതിനെ വിമർശിച്ചതിന്റെ പേരിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയാനുള്ള സാമാന്യ മര്യാദയെങ്കിലും വേണം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എക്സൈസ് നയം രൂപീകരിക്കേണ്ടത് എക്സൈസ് വകുപ്പാണ്. അപ്പൊ മദ്യനയം അതിന്റെ ഭാഗമായിട്ട് വരണം. എന്നിട്ട് അത് കോൺഗ്രസിനുള്ളിൽ ചർച്ച ചെയ്യണം, മന്ത്രിമാര് ചർച്ച ചെയ്യണം, UDF ചർച്ച ചെയ്യണം. അങ്ങനെ UDFന്റേത് എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഇവിടെ ഒരു എക്സൈസ് നയം കൊണ്ടുവരാൻ. UDFിലുള്ള എല്ലാ ഘടകകക്ഷികളും ചേർന്ന് തീരുമാനിച്ച് എല്ലാവരുടെയും പേരെഴുതി ഒപ്പിട്ടിരിക്കുന്ന ഒരു രേഖ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കോൺഗ്രസ് പ്രസിദ്ധീകരിച്ചത്. അതിന് UDFന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ എന്നാണ് പറയുന്നത്. ആ മാനിഫെസ്റ്റോയിൽ ലഹരി എന്ന് പറയുന്ന ഒരൊറ്റ ബ്രാക്കറ്റിലേക്ക് മദ്യത്തിനെയും മയക്കുമരുന്നിനെയും ഒരുമിച്ച് ചേർക്കാനാണ് UDF ആഗ്രഹിച്ചത്. എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപനം കേരളത്തിൽ അതിഗുരുതരമായ വിപത്തായി മാറിയ സാഹചര്യത്തിൽ കേരളത്തെ ഈ മാരക വിപത്തിൽ നിന്നും മുക്തമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള ശക്തവും ഫലപ്രദവുമായ നയങ്ങളും കർമ്മ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കും. അപ്പൊ മദ്യത്തിനെയും മയക്കുമരുന്നിനെയും ഒന്നിച്ചു ചേർത്ത് അതിന്റെ വ്യാപനത്തിനെ തടയുന്നതിന് വേണ്ടി ശ്രമിക്കും എന്നാണ് പറയുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ ടാക്സോടുകൂടി ഇതിനെ ഇറക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് വ്യാപനം കുറയുകയാണോ കൂടുകയാണോ ചെയ്യുന്നത്? ലഭ്യത കൂടുതലാക്കിയിട്ട് വ്യാപനം കുറയ്ക്കുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു ടെക്നിക്ക് ഇല്ല. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം 1 യു ടേൺ ആണ്, 2 മന്ത്രിയെ കൺസൾട്ട് ചെയ്തിട്ടില്ല, 3 നയം രൂപീകരിക്കാനായിട്ട് UDFിൽ തീരുമാനമില്ല, 4 UDFന്റെ തന്നെ പ്രകടന പത്രികയിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ 2 കാര്യങ്ങളെ പറ്റി ഒരേ രീതിയിൽ തന്നെ ഇവർ പറയുന്നത് പോലെ തന്നെ നോക്കണം. അതായത് മദ്യവും മയക്കുമരുന്നിനെതിരെ 0 ടോളറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കാർ തന്നെ ഓപ്പറേഷൻ തൂഫാൻ നടത്തുകയാണ്, അല്ലെ? പൂർണ്ണമായിട്ടും അതിനെ അടിച്ചമർത്തുക. ഏതൊക്കെ ലെയറുകളിൽ പോകുന്നുണ്ടോ, ഇപ്പോ ഭക്ഷ്യ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ആ ഡെലിവറി ചെയിനിലുള്ള ആൾക്കാർ ഇതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെയും കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാക്കുമെന്ന രീതിയിൽ ധീരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. മറിച്ച് അപ്പുറത്തെ സൈഡിൽ മദ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഒരു ഭാഗത്ത് ഒരു ലഹരിയെ നിങ്ങൾ അടിച്ചമർത്തുകയും മറ്റൊരു സ്ഥലത്ത് നിങ്ങൾ അടിച്ചു തൂഫാനായിട്ട് നടന്നോ എന്ന് പറഞ്ഞിട്ട് മദ്യത്തിനെ കൂടുതൽ ലിബറലൈസ്ഡ് ആയിട്ടുള്ള ഒരു പോളിസി കൊണ്ടുവന്ന് അതിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ UDFന്റെ ഇതിനു മുമ്പുള്ള മദ്യനയം, UDF ഇവിടുത്തെ ജനങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മദ്യനയം എന്നുള്ള ഹെഡിങ്ങിലുള്ള കാര്യമാണ് ഞാൻ വായിച്ചത്. ആ മദ്യനയം എന്നതിനുമായിട്ട് ചേർന്ന് പോകുന്നില്ല. അപ്പൊ ഇത് തന്നെത്താനെ ഒരാളാണോ തീരുമാനമെടുക്കുന്നത്? UDFിൽ കൺസൾട്ട് ചെയ്യാതെ, മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ, കോൺഗ്രസിൽ ചർച്ച ചെയ്യാതെ, മന്ത്രിയോട് പോലും അന്വേഷിക്കാതെ, അതിനെപ്പറ്റി ചർച്ച ചെയ്യാതെ ഒരു വ്യക്തി തന്നെ തീരുമാനമെടുക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് കോൺഗ്രസ് മറുപടി പറയണ്ടേ? ഞാൻ പറയുന്നത്, നിങ്ങളുടെ യു ടേൺ മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം, ഇതിന്റെ നയപരമായിട്ടുള്ള വിഷയങ്ങളും പാർട്ടിയുടെ ഉള്ളിലുള്ള വിശ്വാസ്യതയുടെ പ്രശ്നങ്ങളും ഉണ്ട്. ഒന്നുകിൽ മന്ത്രിമാർ തമ്മിൽ എന്തോ രീതിയിലത്തേക്കുള്ള പ്രശ്നമുണ്ട് എന്ന് ആൾക്കാർ കരുതും. അതല്ല എങ്കിൽ മുഖ്യമന്ത്രി, ധനമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ അധികമായിട്ടുള്ള പവർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഏകാധിപത്യപരമായിട്ട് പെരുമാറുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്തയുണ്ടാകും. ഞാൻ പറയുന്നത്, കോൺഗ്രസിന് നിയതമായിട്ടുള്ള അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു മദ്യനയമുണ്ട്. അത് ലഭ്യത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണോ? നേരത്തെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചാരായ നിരോധനം ഇവിടെ ശ്രീ എ കെ ആന്റണി നടപ്പാക്കിയത്? ശ്രീ എ കെ ആന്റണി തന്നെ മുഖ്യമന്ത്രി ആയതിനു ശേഷം, അതിങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ശ്രീ സതീശൻ അദ്ദേഹത്തിനെ സന്ദർശിച്ച സമയത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് ഓർമ്മയുണ്ടാവും. അദ്ദേഹം പറഞ്ഞത് സതീശന് എല്ലാവിധ പിന്തുണകളും കൊടുക്കണമെന്നാണ്. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ശ്രീ എ കെ ആന്റണി പിന്തുണ കൊടുക്കുമോ? കേരളത്തിൽ ചാരായം നിരോധിച്ചയാളാണ്. VM സുധീരൻ ഇതിനകം തന്നെ കത്തയച്ചിട്ടുണ്ട്. VM സുധീരൻ ഇതിനകം തന്നെ കത്തയച്ചു. ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും ഇൻസ്ട്രുമെന്റൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുത്തത് ശ്രീ VM സുധീരനാണ്. ആ സുധീരൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം ആ കത്തയക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം പരസ്യമായിട്ട് തനിക്കുള്ള വിയോജിപ്പ് അവിടെ പ്രകടിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ ബാക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർ, അദ്ദേഹത്തിന്റെ നയങ്ങളുടെ പേരിൽ അദ്ദേഹത്തിനെ വോട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ, ഇവരോടെല്ലാം ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം നടപ്പാക്കുന്നു. ഇത് കേവലം ഒരു വിഷയത്തിലല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ ധാതു ഖനനവുമായി ബന്ധപ്പെട്ട് ഇതേപോലെ ഒരു യു ടേൺ ഉണ്ട്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇതേപോലെ ഒരു യു ടേൺ ഉണ്ട്. അതിന്റെ പിന്നാലെയാണ് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു യു ടേൺ വരുന്നത്. നമ്മുടെ അധികാരത്തിൽ കയറിയതിനു ശേഷം കേവലം 1 മാസം മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യം ആലോചിച്ച് നോക്കണം. അങ്ങനെ കേവലം 1 മാസം മാത്രമായിരിക്കുന്ന സമയത്ത് ഇത്രത്തോളം യു ടേണുകൾ എന്തിനാണ് കോൺഗ്രസ് എടുക്കുന്നത്? എന്താണ് അതിന്റെ അക്കൗണ്ടബിലിറ്റി? ഇപ്പോ ശ്രീ KC വേണുഗോപാൽ പറഞ്ഞ എന്താണ്? നയമാണ്, അത് ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ഖണ്ഡിക്കുന്നത്, അദ്ദേഹം അവിടെ എതിർക്കുന്നത് ആരെയാണ്? ശ്രീ VD സതീശന്റെ ബജറ്റ് പ്രസ്താവനയാണ്. ഇത് കേവലം ഒരു പ്രപ്പോസൽ എന്ന രീതിയിലത്തേക്ക് പറയാനായിട്ട് പറ്റില്ല കേട്ടോ. ശ്രീ റോണി കെ ബേബി ആ രീതിയിലത്തേക്ക് പറയുന്നത് കേട്ടു. അങ്ങനെയല്ല.
ഇതൊരു നയരേഖയാണ്. ഇത് ബജറ്റിൽ വന്നിരിക്കുന്ന ഒരു റെക്കോർഡഡ് ഡോക്യുമെന്റ് ആണ്. അങ്ങനെ വന്നിരിക്കുന്ന ഒരു രേഖയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് പൂർണ്ണമായിട്ടുള്ള അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. അപ്പൊ ആ അക്കൗണ്ടബിലിറ്റി എവിടെയില്ല. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം അവിടെ കാണുന്നില്ല. കോൺഗ്രസിലെ തന്നെ മുതിർന്ന ആൾക്കാർ അറിയുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് കോൺഗ്രസിന്റെ അധ്യക്ഷനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടതല്ലേ. ഈ വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട് അതിന്റെ ലഭ്യത, അതിന്റെ ടാക്സ് കുറയ്ക്കുന്നു, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ശ്രീ സണ്ണി ജോസഫിന്റെ പ്രതികരണം എന്തായിരുന്നു? ഞാൻ ഈ വീര്യം കുറഞ്ഞ മദ്യം ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം എക്സൈസ് മന്ത്രിയും അറിഞ്ഞിട്ടില്ല. എക്സൈസ് മന്ത്രി അറിഞ്ഞിട്ടില്ല. ആഭ്യന്തരമന്ത്രി എന്താ പറഞ്ഞേ? ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ചല്ലോ, ഇത് നേരത്തെ ഉണ്ടായിരുന്ന നിലപാട് അത് അഴിമതിക്ക് കാരണമാകുമെന്നായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞെന്താ, അതങ്ങനെ അല്ല എന്നിപ്പോ ബോധ്യമായി കാണും. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാരെ എതിർത്തല്ലോ, അത് തെറ്റായി പോയെന്ന് ഇപ്പൊ തോന്നിക്കാണും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പ്രതികരിക്കുന്ന ആൾക്കാരെല്ലാവരും മുഖ്യമന്ത്രിയെ കുത്തിയാണ് വർത്തമാനം പറയുന്നത്. അത് ശ്രീ കെ സി വേണുഗോപാൽ ആയിക്കോട്ടെ, ശ്രീ സണ്ണി ജോസഫ് ആയിക്കോട്ടെ, ശ്രീ രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, അവിടെ തന്നെ ഈ കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഇല്ല എന്ന രീതിയിലേക്ക് വരുന്നത് ശരിയാണ്. ഞാൻ ശ്രീ എം കെ ഹരിദാസ് കൂടി ചേരുകയാണ്. ശ്രീ എം കെ ഹരിദാസ്, സാധാരണ ഒരു 6 മാസമെങ്കിലും ഒരു ഹണിമൂൺ പീരീഡ് എന്ന രീതിയിൽ സർക്കാരിന് ഒരു ആനുകൂല്യം കൊടുക്കാറുള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ ആനുകൂല്യം കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണല്ലോ. തുടർച്ചയായി നയമാറ്റങ്ങൾ സംഭവിക്കുന്നു. എന്താണോ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞത് അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. PM ശ്രീയിലും ധാതു സമ്പത്തിന്റെ കാര്യത്തിലും അതുപോലെ ഇപ്പോൾ മദ്യനയത്തിന്റെ കാര്യത്തിലും അത് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തിരുത്തേണ്ടി വരില്ലേ സംസ്ഥാന സർക്കാർ? ഈ തുടക്കം നന്നായാല് ഒടുക്കം നന്നാവുള്ളൂ എന്നുള്ളൊരു ചൊല്ലുണ്ട്. അത് വളരെ പ്രധാനമാണ്. അത് ഒരു പൂരം വെടിക്കെട്ടായാലും ഒരു സദ്യ നടത്തുമ്പോഴായാലും എന്ത് പ്രശ്നത്തിലായാലും ഭരണത്തിലായാലും തുടക്കം നന്നാവണം. ഈ സർക്കാരിന്റെ തുടക്കം അത്ര അങ്ങോട്ട് നന്നായിട്ട് തോന്നുന്നില്ല. കാരണം 102 സീറ്റിന്റെ പൊൻതിളക്കവുമായിട്ടാണ് ജനം ഇവർക്ക് വിജയം സമ്മാനിച്ചത്. ഭയങ്കര എക്കോ മഞ്ജുഷ, ഞാൻ പറയുന്നതൊക്കെ തിരിച്ചു കേൾക്കുന്നു, പറയാൻ പറ്റുന്നില്ല. അപ്പോ 102 സീറ്റിന്റെ പൊൻതിളക്കവുമായിട്ട് ഒരു ഭരണം ഏൽപ്പിച്ച ജനങ്ങൾക്ക് അതിൻ്റെതായ പ്രഭ ചൊരിയുന്ന ഒരു ഭരണം ഈ ചെറിയ സമയത്താണെങ്കിലും കാഴ്ചവെച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. അതിന്റെ ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, ക്രിമിനലുകൾക്ക് വേണ്ടി ഹാജരായത്, അതായത് പ്രതികൾക്ക് വേണ്ടി ഹാജരായ വക്കീലിനെ പിടിച്ചിട്ട് പ്രോസിക്യൂട്ടർ ആക്കാനുള്ള ശ്രമവും അളിയനെ പിടിച്ചിട്ട് പേഴ്സണൽ സ്റ്റാഫ് നിയമിച്ചതൊക്കെ ജനങ്ങൾക്ക് അങ്ങേയറ്റം അസ്വാരസ്യം മനസ്സിലുണ്ടായിട്ടുണ്ട്. കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട ഒരു മന്ത്രിസഭയാണ് കേരളത്തിൽ ഭരിക്കുന്നത് എന്ന് 1 മാസം കൊണ്ട് ജനങ്ങളെ കൊണ്ട് പറയത്തക്ക തോതിലുള്ള കാര്യങ്ങളാണ് നിലവിൽ ഈ സർക്കാർ ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുറച്ചും കൂടി നല്ല തുടക്കവും കുറച്ചും കൂടി നല്ല ഭരണശൈലിയും ഈ സർക്കാരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം 10 കൊല്ലത്തെ ഭരണം നഷ്ടപ്പെട്ട വേദനയിൽ നിന്നും നമ്മുടെ രമേശ് ചെന്നിത്തലയായാലും VD സതീശനായാലും സൃഷ്ടിച്ചെടുത്ത ഒരു അവബോധമുണ്ട് ജനങ്ങൾക്ക്. ഇങ്ങനെയൊന്നും അല്ല ഭരിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് വായിക്ക് നിയമസഭയിലായാലും പുറത്തായാലും പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിച്ചു. ഞങ്ങൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഭരിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഇപ്പോ PM3 പദ്ധതി കേരളത്തിൽ നടപ്പാക്കി കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഈ പദ്ധതിയുമായി എത്ര മുൻപോട്ട് പോയാലും ഞങ്ങൾ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സകല രേഖകളും സകല കരാറുകളും കീറി അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞവർക്ക് ഒരു മടിയുമില്ലാതെ അതിനു വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ തയ്യാറായി എന്ന് പറയുമ്പോൾ തന്നെ നിലപാടുകളിൽ നിന്നും VD സതീശനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും പിന്നോട്ട് പോകുന്ന അവസ്ഥയാണ്. ഇനി ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇവിടെ ഈ മന്ത്രിസഭ അധികാരമേൽക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ 2 ആഴ്ച നടത്തിയിട്ടുള്ള നാടകം, തെരുവ് യുദ്ധം, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ സമയത്ത് കേട്ട ഒരു വാചകം എന്നെ അങ്ങേയറ്റം അത്ഭുതസ്തംഭനാക്കി മഞ്ജുഷ. എന്താണെന്നറിയോ? അതിൽ പ്രധാനമായിട്ട് VS അച്യുതാനന്ദന് ഭരണപരിഷ്കരണ കമ്മീഷൻ എന്നൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് അതിന്റെ തലപ്പത്തിരുത്തിയതിന് അങ്ങേയറ്റം അതിന്റെ ചർച്ചകളിലും അല്ലാത്ത സമയത്തും വിമർശിച്ചവരാണ് ഇവിടുത്തെ UDFകാര്. ഇപ്പോ അധികാരം കിട്ടി സ്ഥാനമാനങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ പ്രധാനമായി മുൻപോട്ട് വെച്ചൊരു സംഗതി എന്താണ്? MK മുനീറിനെ കൊണ്ടുവന്നിട്ട് ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാനാക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ഇവരെത്തുമ്പോ ഇവര് പ്രതിപക്ഷത്തിരിക്കുമ്പോ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം വ്യതിചലിച്ച് മുൻപോട്ട് പോകുന്നതിന്റെ ഒരു ഉദാഹരണമായിട്ട് അതും മാറുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം എന്റെ കൂടെ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കള് അലറി വിളിക്കുകയായിരുന്നു. കാരണം ജസ്റ്റിസ് VR കൃഷ്ണയ്യർ
ഒരു നിയമപരിഷ്കരണ കമ്മീഷൻ അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ കാലത്ത് ഉണ്ടാക്കിയിട്ട് കുറെ നല്ല കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നു. 102 പുതിയ നിയമങ്ങൾ ഉണ്ടാക്കണം, 167 നിയമങ്ങൾ എടുത്തു കളയണം. അതൊന്നും നടപ്പിലാക്കാതെ എന്തിനാണ് ഇവിടെ ഒരു ഭരണപരിഷ്കരണ കമ്മീഷൻ എന്ന് ചോദിച്ചവർ. ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം PM3-യിലായാലും മദ്യനയത്തിന്റെ കാര്യത്തിലായാലും പാലക്കാട് ബ്രൂവറിക്ക് വേണ്ടിയിട്ട് ഒയാസിസ് കമ്പനിക്ക് സ്ഥലം വിട്ടുകൊടുക്കുകയാണെന്ന ഒരു പ്രചരണത്തിന്റെ പേരില് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. എലപ്പുള്ളി ബ്രൂവറിക്ക് വേണ്ടിയിട്ട് നടന്ന ചർച്ചകളില് എന്ത് തീവ്രതയോടുകൂടിയിട്ട് വാദിച്ചവരാണ്. ഇവിടെ ഇനി ഒരു ബ്രൂവറി വരാൻ സമ്മതിക്കില്ല, ജനങ്ങളെ മദ്യപിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയില്ല. ഇവിടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ തന്നെ ഒരു ഭാഗത്ത് തൂഫാൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നടത്തുമ്പോ മറുഭാഗത്ത് കള്ളു കുടിച്ചിട്ട് ജനങ്ങൾ നഷ്ടപ്പെട്ടത് എന്ന നിലപാടിലാണോ ഈ മദ്യത്തിന്റെ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം. അതിന്റെ വില സ്വാഭാവികമായിട്ട് കുറയുകയാണ്. ആ കുറഞ്ഞ മദ്യമാണ് ഇവിടുത്തെ സാധാരണക്കാരിലും വളരെ താഴെ കിടക്കുന്ന പാവങ്ങൾ ഈ വൈകുന്നേരം വാങ്ങി കുടിച്ച് ആ ബീവറേജസ് കോർപ്പറേഷന് മുന്നിൽ നിന്ന് തന്നെ കുപ്പിയിൽ നിന്നും വായലാക്കിയിട്ട് വീട്ടിൽ ചെന്നിട്ട് ബഹളം വെക്കാനും ഭാര്യയെ തല്ലാനും കുട്ടികളെ തല്ലാനും ഉള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് 28 ബാറിൽ നിന്ന് 850 ബാറുകളിലേക്ക് എത്തിച്ച ഇടതുപക്ഷ നയം തെറ്റാണെന്ന് പറഞ്ഞിട്ടുള്ള ഈ UDF അധികാരത്തിൽ കയറിയിട്ട് ഈ തുടക്കത്തിൽ ഇവർ നിലപാടുകളിൽ നിന്നും മാറുന്നുവെങ്കിൽ ഇതിനെയാണോ പറയുക രാഷ്ട്രീയ ശൈലിയിലുള്ള നമ്മൾ പറയില്ലേ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി മാറിയിട്ട് പറഞ്ഞതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങി. ഞാനും ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ പറയുകയാണ്. ഒന്നുകിൽ VD സതീശൻ പറയണം, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾ ജനങ്ങളോടും ഇടതുപക്ഷത്തോടും തെറ്റേറ്റു പറയുന്നു, ചെറിയ കാലഘട്ടത്തിലാണെങ്കിലും ഞങ്ങൾ എടുക്കാൻ പോകുന്നു എന്ന് പറയുന്ന ചില തീരുമാനങ്ങൾ എടുക്കാതെ കേരളം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉള്ളതെന്ന് തുറന്നു പറയേണ്ട അവസരമാണ് ശ്രീ മഞ്ജു. ശരി, ശ്രീ റോണി കെ ബേബി, ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യത്യസ്തമായിട്ടാണ് ഈ ബജറ്റിലെ ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ എതിർക്കപ്പെടുന്നതും കൂടുതലായിട്ട്. മദ്യവും മയക്കുമരുന്നും ഒരേ ഹെഡിങ്ങിൽ തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. മയക്കുമരുന്നിനെതിരെ ഉജ്ജ്വലമായ പ്രവർത്തനം നടക്കുന്നുണ്ടോ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ? അത് ആഭ്യന്തരമന്ത്രി നേരിട്ട് ഇടപെട്ടാണ് ഓരോ ദിവസവും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടെയാണ് ഇത്തരമൊരു സംഗതി വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കാത്തവരായിരുന്നു കൂടുതൽ MLA-മാരും, കോൺഗ്രസിൽ ബഹുഭൂരിപക്ഷം MLA-മാരും. അവരിൽ മിക്കവരും മന്ത്രിമാരുമായി വന്നിട്ടുണ്ട്. മന്ത്രിസഭയിൽ അംഗങ്ങളായവരെ വെച്ച് നോക്കുമ്പോഴും സതീശന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചവരല്ല മുഖ്യമന്ത്രി പദത്തിലേക്ക്. അപ്പോൾ ഈ സമയത്ത് കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ട ഒരു സമയത്താണ് ഇത്തരത്തിലൊരു തീരുമാനം മറ്റ് മന്ത്രിമാരെ പോലും അപ്രസക്തരാക്കിക്കൊണ്ട് എടുത്തിരിക്കുന്നത് എന്നത് തീർച്ചയായിട്ടും വിമർശനം അർഹിക്കുന്ന ഒന്നാണ്. ശ്രീ റോണി കെ ബേബി, ഈ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കർ ഇല്ലായിരുന്നു. അദ്ദേഹം ഞാൻ പറഞ്ഞ ആർഗ്യുമെന്റ്സ് പോലും കേൾക്കാതെയാണ് അദ്ദേഹം എൻ്റെ പേഴ്സണൽ ഇൻറ്റഗ്രിറ്റിയും എനിക്ക് വോട്ട് ചെയ്തവരുടെ ഇൻറ്റഗ്രിറ്റിയും ഒക്കെ അദ്ദേഹം ചോദ്യം ചെയ്തത്. ചുരുങ്ങിയ പക്ഷം ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് കേട്ടിട്ടെങ്കിലും അദ്ദേഹത്തിന് എൻ്റെ ഇൻറ്റഗ്രിറ്റിയെയും എന്നേക്ക് വോട്ട് ചെയ്തവരുടെയൊക്കെ ഇൻറ്റഗ്രിറ്റി അദ്ദേഹത്തിന് ചോദ്യം ചെയ്യുമായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട ശ്രീ VD സതീശൻ നിയമസഭയിൽ നടത്തിയ പുതുക്കിയ ബജറ്റ് പ്രസംഗം 2026-27 ആ ഡോക്യുമെൻ്റാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ ഭാഗം 15 വിഭവ സമാഹരണം, പുതിയ നിർദ്ദേശങ്ങൾ. ആ നിർദ്ദേശങ്ങളിൽ ഈ പറയുന്ന അബ്കാരി അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശമായിട്ടല്ല, ചരക്ക് സേവന നികുതി വകുപ്പിൻ്റെ ഒരു നിർദ്ദേശമായിട്ട്. അതിൽ തന്നെ ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം. ഈ നിർദ്ദേശം കഴിഞ്ഞ് അടുത്ത് വന്നിരിക്കുന്നതാണ് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് കേരളത്തിലേക്കുള്ളവയുടെ ത്രൈമാസ നികുതി കുറയ്ക്കുന്നു. അവിടെ കൃത്യമായി പറയുന്നുണ്ട്, നിലവിലുള്ള നികുതി 20,000 രൂപ, 2,000 രൂപ, പരിഷ്കരിച്ച നികുതി 900 രൂപ, 2 ഹെഡിങ്ങിലായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ആ പറഞ്ഞിരിക്കുന്ന ഭാഗം ഞാൻ കൃത്യമായി വായിക്കാം. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മദ്യ ഉൽപ്പന്നങ്ങളുടെ നികുതി ഘടനയിൽ വ്യക്തത വരുത്തുന്നതിനായി അവയ്ക്ക് അനുയോജ്യമായ വിൽപ്പന നികുതി നിരക്ക് കേരള പൊതു വിൽപ്പന നികുതി പ്രകാരം നിശ്ചയിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇവിടെ അതിൻ്റെ അർത്ഥം നിലവിലുണ്ടായിരുന്നു, ഇവിടെ പറയുന്നത് 251% ഉണ്ടായിരുന്നത് ഞങ്ങൾ കുറച്ചെന്നും അല്ലെങ്കിൽ ഞങ്ങൾ അതുപോലെ മധ്യരാജാക്കന്മാർക്ക് അതുകൊണ്ട് ഒത്താശ ചെയ്ത് കൊടുത്തു എന്നും ഒന്നുമല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. കാരണം ഞാനിവിടെ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ അങ്ങനെ ഒരു നികുതി ഘടന ഉണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ ചോദ്യം ചെയ്യുമായിരുന്നു. കാരണം നിലവിലുള്ള ഈ പറയുന്ന നികുതി നിരക്ക് ഇത്ര ശതമാനം ഉണ്ട്, ഇവിടെ ഇത്രയും രൂപ നമ്മൾ സംസ്ഥാന ഖജനാവിലേക്ക് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു.
അതിൽ നിന്ന് നമ്മൾ കുറവ് വരുത്തിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് രണ്ട് എഫക്റ്റാണ്. ഒന്ന്, ഖജനാവിലേക്ക് വരുന്ന നികുതിക്ക് കുറവുണ്ടാകുന്നു. രണ്ട്, മധ്യരാജാക്കന്മാരെ സഹായിക്കുന്നു. അങ്ങനെ ഒരു സ്റ്റാൻഡ് ആയിരുന്നെങ്കിൽ ഞങ്ങൾ ശരി. റോണിക്ക് ബേബി, താങ്കൾ പറഞ്ഞ കാര്യം ശരിയാണ്. ബജറ്റിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും വായിച്ചതാണ്. പുതിയ ഒരു നികുതി ഘടന നിർദ്ദേശിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, നിശ്ചയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചുവല്ലോ. ശ്രീത്തും അക്കാര്യം പറഞ്ഞിരുന്നു. അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച് നിശ്ചയിക്കാനായിട്ട് സർക്കാർ ഒരു തീരുമാനമെടുക്കാൻ പോകുന്നു. അത് ഡിസ്റ്റിലറികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. ഇതായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട്. അപ്പോൾ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നികുതി കുറച്ച് നൽകിയാൽ ഡിസ്റ്റിലറികൾ വരും. അപ്പോൾ അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. സർക്കാരിന് അത്രമാത്രം നികുതി കിട്ടുകയില്ല. അത് കണ്ടുകൊണ്ടാണല്ലോ അതിനെ എതിർത്തത്. അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്ര കുറച്ച് നികുതി നിശ്ചയിക്കുമ്പോൾ, മദ്യത്തിൻ്റെ വിൽപ്പന നികുതിയേക്കാൾ കുറച്ച് ഇത്തരമൊരു നികുതി നിശ്ചയിക്കുമ്പോൾ അന്നത്തെ അതേ കാര്യം തന്നെയാണല്ലോ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. സർക്കാരിന് വരുമാന കുറവുണ്ടാകും. വരുമാന നഷ്ടമെന്നല്ല, വരുമാന കുറവുണ്ടാകും. അതുപോലെ തന്നെ ഡിസ്റ്റിലറികൾക്ക് സഹായമാകും. അവരുടെ ലാഭം കൂടും. അന്ന് എന്താണോ LDF സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, അതേ കാര്യം തന്നെ ഈ സർക്കാർ തീരുമാനമായിട്ട് എടുക്കുകയാണ്. അതാണ് വിമർശിക്കപ്പെടുന്നത്. അതിനെ അന്ന് ആരും തീരുമാനമെടുത്തിട്ടില്ലായിരുന്നുവല്ലോ. ഞങ്ങളിപ്പോൾ ഒരു പുതിയ നികുതി ഘടന തീരുമാനിക്കുകയായിരുന്നു. അത് വലിയ നികുതി ചെറിയ നികുതിയായി കുറച്ചതല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനാവില്ല. അന്നും ഇത് തന്നെയായിരുന്നു നിലപാട്. ഇങ്ങനെ തന്നെയായിരുന്നു. നികുതി കുറച്ച് നിശ്ചയിക്കുവാനായിട്ട് തീരുമാനമെടുക്കാൻ പോവുകയായിരുന്നു സർക്കാർ. അതിനെയാണെന്ന് പ്രതിപക്ഷം എതിർത്തത്. ബഹുമാനപ്പെട്ട ശ്രീ മഞ്ജുഷ്, നമുക്കറിയാം ഈ മദ്യ വ്യവസായവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നികുതി ഘടനയും അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് അബ്കാരി നയത്തിലാണ്. അത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി പിന്തുടർന്നു വന്നിരിക്കുന്ന ഒരു പാരമ്പര്യം. അല്ലാതെ അത് കേരള ബജറ്റിലല്ല. ഞാനിവിടെ കൃത്യമായി പറഞ്ഞല്ലോ, വിഭവ സമാഹരണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഈ പറയുന്ന 15ാം ഭാഗം 15 ഹെഡിങ് ആണ്. നമുക്ക് എവിടെ നിന്ന് ഇനി അധികം നികുതികൾ, അതിനുള്ള സാധ്യതകൾ എന്ത്, ഇത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. നിയമസഭയിൽ ഉൾപ്പെടെ ഞാൻ പറഞ്ഞല്ലേ, അബ്കാരി നയം ചർച്ചകളെ തീരുമാനിക്കേണ്ടത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യണം, UDF-ൽ ചർച്ച ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു അബ്കാരി നയത്തിലേക്ക് കടക്കാനായിട്ട് കഴിയൂ. ശരി. അതായത് ഇപ്പോൾ PMCയുടെ കാര്യത്തിൽ KM ഷാജി, ഇപ്പോഴത്തെ മന്ത്രി പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞ കാര്യം. ഒരു സെക്കൻഡ് ശ്രീ റോണിക്ക ബേബി. KM ഷാജി, ഇപ്പോഴത്തെ തദ്ദേശ മന്ത്രി, അദ്ദേഹം പ്രതിപക്ഷത്തിരുന്ന സമയത്ത്, അദ്ദേഹം ഒന്ന് MLA അല്ല, അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് PMC ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അറബിക്കടലിൽ തള്ളും എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതൊരു രാഷ്ട്രീയ പ്രസംഗം മാത്രമായിരുന്നു എന്നാണ്, അല്ലാതെ അതുകൊണ്ട് അറബിക്കടലിൽ തള്ളാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഞങ്ങളൊരു കാര്യം പറഞ്ഞു എന്ന് വെച്ച് ഞങ്ങൾക്ക് ആ നികുതിയിലേക്ക് കുറച്ച് നിശ്ചയിക്കാനൊന്നും പറ്റുകയില്ല. അങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റിലറികൾ വരില്ല. ഇങ്ങനൊരു തീരുമാനം കൊണ്ട് നിങ്ങളിങ്ങനെ ഇത്തരമൊരു നികുതി നിശ്ചയിക്കുന്നു, കുറഞ്ഞ നികുതി, അത്രയങ്ങ് കരുതിയാൽ മതി അല്ലേ? മഞ്ജുഷ, ഇവിടെ ആരെങ്കിലും നികുതി തീരുമാനിച്ചിട്ടുണ്ട്? നമ്മൾ ചെയ്യട്ടെ, നമ്മളൊക്കെ പറയാറുണ്ട്, ഉണ്ടായിട്ടില്ലാത്ത കുഞ്ഞിൻ്റെ ജാതകം തിരക്കുന്നു എന്ന് പറയുന്നത് പോലെ, അങ്ങനെ ഈ പറയുന്ന ഒരു തുള്ളി മദ്യം പോലും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല, വിൽക്കുന്നില്ല. ഒരു ചില്ലിക്കാശ് പോലും ആ പേരിൽ സർക്കാർ ഖജനാവിലേക്ക് വരുന്നുമില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കാം. കഴിഞ്ഞ വർഷം 150 കോടി ഈ വിഭാഗത്തിൽ കിട്ടി. ഈ പ്രാവശ്യം നമ്മൾ നികുതി കുറച്ചു, വരുമാനം 50 കോടി കുറഞ്ഞു. നിങ്ങൾക്ക് വിമർശിക്കാം. ഞങ്ങളുടെ മദ്യനയത്തിൽ മാറ്റി, ഞങ്ങൾക്കൊരു മദ്യനയം ഇതുവരെ ഞങ്ങൾ രൂപീകരിച്ചിട്ടില്ല. ഒരു രൂപീകരിക്കാത്ത മദ്യ നയത്തെക്കുറിച്ച് ഞങ്ങൾ എങ്ങനെയാണ് ചർച്ച ചെയ്ത് ഞാൻ എങ്ങനെ പറയാനായിട്ട് കഴിയും? അല്ല, ഞങ്ങൾ അതിനത് വെട്ടിക്കുറച്ചു. ഇവിടെ ഞാൻ കൃത്യമായിട്ട് ഒറ്റ കാര്യം, ഈ PMC വിഷയത്തിൽ ഈ ഗോവിന്ദൻ മാഷൊക്കെ നിയമസഭയ്ക്ക് പുറത്ത് നിന്ന് പറയുന്നല്ലാതെ ഈ നിയമസഭയിൽ ഒരു സബ്മിഷനോ ഒരു ചോദ്യമോ ഒരു പരാമർശം പോലും ഇതുവരെ ഞാൻ ഈ 8 ദിവസമായി കേരള നിയമസഭയുടെ ഈ സമ്മേളനങ്ങൾ തുടങ്ങിയിട്ട് ഞാൻ ആ എല്ലാ ദിവസവും പങ്കെടുത്ത ഒരാളാണ്. ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഒരു നേതാവിന്റെ ഭാഗത്ത് പോലും PMCയെ കുറിച്ച് ഒരു പരാമർശം പോലും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പുറത്ത് ഇങ്ങനെ രാഷ്ട്രീയമായി ഒരു വിവാദം ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾ തീരുമാനിച്ചോ അവരുടെ നയം തന്നെയാണ് നിങ്ങൾ നടപ്പാക്കുന്നത്. മുന്നോട്ട് പോകാൻ അല്ല, അതേ നയം തന്നെയാണല്ലോ. ഞങ്ങൾ പ്രതിപക്ഷമല്ല, വി ആർ പാർട്ട് ഓഫ് ഗവൺമെന്റ്. അവർക്കും വന്ന് സെൻട്രലിൽ നിന്ന് പണം വേണം, പക്ഷേ PMCയെ എതിർക്കുകയും വേണം. ഇപ്പോഴും അത് തന്നെയാണ്. കാരണം എന്താ, അല്ല ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് ഏറ്റവും ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ ഞങ്ങളൊരു കമ്മിറ്റി വെച്ചല്ലോ. അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞു, ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഞങ്ങൾ തീരുമാനിക്കുകയാണ് PMC പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചെങ്കിൽ നിങ്ങൾ വിമർശിച്ചോ? ഞങ്ങൾ തീർത്തും ജനാധിപത്യപരമായി ഒരു കമ്മിറ്റിയെ വെച്ച് ഇതിനെക്കുറിച്ച് പഠിച്ച് എന്താണ് ഞങ്ങളുടെ കണ്ടീഷൻസ്, അതാണൊരു ജനാധിപത്യം എന്ന് പറയുന്നത്. ഒരു ജനാധിപത്യത്തിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ചർച്ചയാണ്, ഡിസ്കോഴ്സാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തുക, ചൂണ്ടിക്കാണിക്കുക. ഞങ്ങൾക്ക് PMCയുമായി ബന്ധപ്പെട്ട ഇന്ന കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെ ചൂണ്ടിക്കാട്ടും.
കേന്ദ്ര സർക്കാരിന് അത് സമ്മതിക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ പദ്ധതി വേണ്ട, ഞങ്ങളുടെ നിലപാട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളത് വലിച്ച് അറബിക്കടലിൽ തന്നെ ഇടും. ഇന്ന് PM ശ്രീ പദ്ധതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതായി ഒരു സ്റ്റേറ്റ്മെന്റ് ഔദ്യോഗികമായി ഗവൺമെന്റ് ഭാഗത്തു നിന്ന് വന്നെങ്കിൽ മഞ്ജുഷ് പറയുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കാം. അങ്ങനെ ഒരു തീരുമാനം പോലും ഇല്ലാത്ത കാര്യങ്ങളിൽ ഇങ്ങനെ ഈ അതിൽ പ്രതിപക്ഷത്ത് ഇരുന്നപ്പോഴുള്ള നിലപാടാണ് ഇപ്പോഴത്തെ നിലപാടെങ്കിൽ PM ശ്രീയോ അതിനെക്കുറിച്ചൊരു ചർച്ച പോലും ഇപ്പോൾ ആവശ്യമില്ല. അത് ഞങ്ങൾ അന്നേ തീരുമാനിച്ച കാര്യം തന്നെയാണ്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വേണമെങ്കിൽ തീരുമാനമെടുക്കാവുന്ന കാര്യമാണ്. അത് മാത്രമല്ല, അത് PM ശ്രീ ഇവിടെ നടപ്പായിട്ട് പോലുമില്ല. താങ്കൾ ഈ മദ്യനയത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ PM ശ്രീ ഇവിടെ നടപ്പായിട്ട് പോലുമില്ല. അപ്പോൾ പിന്നെ PM ശ്രീയെ കുറിച്ചൊരു ചർച്ച കൊണ്ടുവന്നത് തന്നെ നിങ്ങളാണ്. അല്ല, PM ശ്രീയെ കുറിച്ചൊരു ചർച്ച കൊണ്ടുവന്നത് തന്നെ നിങ്ങളാണ് ശ്രീ റോണി കെ ബേബി. ഇപ്പോൾ അല്ല, ഒപ്പിട്ടെന്ന് വെച്ചതാണ് കാര്യം, നടപ്പായി തുടങ്ങിയിട്ടില്ലായിരുന്നുവല്ലോ. മരവിപ്പിച്ച് നിർത്തിയിരുന്ന ഒന്നാണ്. ഞങ്ങൾ തലയിൽ മുണ്ടിട്ടല്ല പോയത്. ഞങ്ങൾ മന്ത്രിസഭയുടെ സബ് കമ്മിറ്റി രൂപീകരിച്ചു. അല്ല, തലയിൽ മുണ്ടിട്ടല്ല പോയത്. ഇവിടെ തലയിൽ മുണ്ടിട്ട് പോയ ആൾക്കാരുണ്ട്. മന്ത്രിസഭയിലെ തന്നെ ആളുകൾ അറിയാതെ, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയും സംസ്ഥാന കമ്മിറ്റിയും അറിയാതെ, മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മാത്രമേ ഒളിച്ചു പാത്തുപോയി ഒപ്പിട്ടൊരു സംഭവമുണ്ട്. ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ മന്ത്രിസഭയിൽ കൃത്യമായി തന്നെ സബ് കമ്മിറ്റി വെച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ടതേ. കേന്ദ്ര സർക്കാരും ഞങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടത്. പിന്നെ LDF UDF ഉണ്ടാകും, പക്ഷേ ഗവൺമെന്റ് ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. ഇവിടെ LDF ഗവൺമെന്റ് UDF ഗവൺമെന്റ് കേരളത്തിലൊരു ഗവൺമെന്റ് ഒപ്പിട്ടതാണ്. ജനങ്ങളുടെ ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റ് ഒപ്പിട്ടൊരു ഡോക്യുമെന്റാണ്. ആ ഉത്തരവാദിത്തമുള്ള ഡോക്യുമെന്റിൽ അത് വേണോ വേണ്ടോ എന്നുള്ളത് ഞങ്ങൾ ഗവൺമെന്റ് നയപരമായി തന്നെ തീരുമാനിക്കും. ഞങ്ങൾ അതിനുവേണ്ടിയാണ് ഞങ്ങൾ 4 കമ്മിറ്റി വെച്ചിരിക്കുന്നത്. ആ ഡോക്യുമെന്റ് ഇൻവാലിഡ് ആണെന്ന് അന്ന് വാദിച്ചവരാണ് നിങ്ങൾ. ആ ഡോക്യുമെന്റ് ഇൻവാലിഡ് ആണ് എന്ന് അന്ന് വാദിച്ചതാണ്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശന്റെ വാക്കുകൾ, ഈ ഡോക്യുമെന്റ് അത് ഇൻവാലിഡ് ആണ്, അല്ലല്ല മന്ത്രിസഭ പോലും തീരുമാനമെടുക്കാത്തതാണ്, അതുകൊണ്ട് ഇത് ഇൻവാലിഡ് ആണെന്ന് അന്നേ നിലപാടെടുത്ത ആളുകളാണ് ഇപ്പോൾ പറയുന്നത് ആ ഡോക്യുമെന്റ് അന്ന് ഒപ്പിട്ട ധാരണാപത്രം വാലിഡ് ആണ് എന്ന്. വിചിത്രമാണ് നിങ്ങളുടെ നിലപാടുകൾ ശ്രീ റോണി കെ ബേബി MLA. ഇത് തന്നെയാണ് സ്വകാര്യ മേഖലയ്ക്ക് ധാതു സമ്പത്ത് തുറന്നു കൊടുക്കുന്ന കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് കേട്ടോ. അതിശക്തമായ രീതിയിൽ പരിസ്ഥിതിക്ക് നാശമാകുമെന്ന് കണ്ട് എതിർത്തയാളാണ് VD സതീശൻ. ഇല്ല, അതിനകത്ത് കൃത്യമായ നിലപാടുണ്ട്. കാരണം ഈ കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് തരുന്ന പണമുണ്ടല്ലോ, അത് കേന്ദ്ര സർക്കാരിന്റെ സ്വന്തം ഒന്നുമല്ല, എന്റെ നിങ്ങളുടെ നികുതി പണമാണ്. ആ പണത്തിന് നമുക്ക് അവകാശമുണ്ട്. സർക്കാരിന്റെയും ഇപ്പോഴത്തെ UDF സർക്കാരിന്റെയും ടോൺ ഒന്ന് തന്നെയാണ് കേട്ടോ. ടോൺ ഒന്ന് തന്നെയാണ്. LDF സർക്കാർ അന്ന് V ശിവൻകുട്ടി ആവർത്തിച്ച് പറയുന്ന ഇതേ കാര്യം തന്നെയായിരുന്നു. ഇത് നിങ്ങൾ അല്ലല്ല, കേന്ദ്ര സർക്കാർ കയ്യിൽ നിന്ന് എടുത്തു നൽകുന്ന പണമൊന്നുമല്ല, നികുതി പണമാണ്. ഞങ്ങൾക്ക് കണ്ടീഷൻ ഉണ്ട്. ഈ കണ്ടീഷൻ അന്നും ഉണ്ടായിരുന്നു ശ്രീ റോണി കെ ബേബി MLA. PM ശ്രീയുടെ കാര്യത്തിൽ, പാഠ്യപദ്ധതിയുടെ കാര്യത്തിലല്ലേ, അത് അങ്ങനെ തന്നെയാണ്. പാഠ്യപദ്ധതിയുടെ കാര്യത്തിൽ സംസ്ഥാനത്തിന് തീരുമാനിക്കാം എന്ന് തന്നെയാണ്. ഉപാധികൾ അന്നുമുണ്ട്. എന്റെ സ്റ്റാൻഡിൽ വളരെ വ്യക്തതയുണ്ട്. ഞങ്ങൾക്ക് ഉപാധി വെച്ചുള്ള പണം വേണ്ടതേ, ചരട് കെട്ടിയുള്ള പണം വേണ്ടതേ. ചരട് കെട്ടിയുള്ള പണം വേണ്ട. ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ കറക്റ്റാ. മുൻ സർക്കാർ പോയി ഉപാധികളില്ലാതെ കാശ് മേടിച്ചു, എഗ്രിമെന്റ് വെച്ചു. ഞങ്ങൾ പറയുന്നത് എന്താ, ഞങ്ങൾക്ക് ഉപാധികളുണ്ട്, നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ അംഗീകരിച്ചാൽ നിങ്ങളുടെ പണം മതി. ശ്രീത്ത്, ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തതയുണ്ട് എന്നാണ് ശ്രീ റോണി കെ ബേബി MLA പറയുന്നത്. മദ്യനയത്തിന്റെ കാര്യത്തിൽ മുമ്പ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒരു ശുപാർശ മുന്നോട്ട് വെക്കുകയാണ്, 120% 175% എന്നുള്ളത്. അല്ലാതെ അത് ഡിസ്റ്റിലറികളെ സഹായിക്കാനൊന്നുമല്ല എന്നുള്ള നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. PM ശ്രീയുടെ കാര്യത്തിലും ഞങ്ങൾക്കാണ് വ്യക്തത കൂടുതലെന്നുള്ള സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. നോക്കൂ, ഇവിടെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വാദത്തിനെ വളച്ചൊടിച്ച് തന്റേതാക്കി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസിക് ശ്രമമാണ് ശ്രീ റോണി കെ ബേബിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഇന്റഗ്രിറ്റി, അദ്ദേഹത്തിൽ അവിടെയുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം, അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് മാത്രമാണ്. അത് കോൺഗ്രസ് പാർട്ടിക്കല്ല. കോൺഗ്രസ് പാർട്ടി ജയിച്ചാലും പരാജയപ്പെട്ടാലും അടുത്ത ഒരു ടേമിലും താങ്കൾ ജയിക്കണം എന്ന് താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. താങ്കളുടെ പേഴ്സണൽ ഇന്റഗ്രിറ്റി ഇങ്ങനെ ഇല്ലാത്ത ഒരു കാര്യത്തിനെ ന്യായീകരിച്ച് കളയരുത്. ഈ ഡിഫെൻഡിങ് ദ ഇൻഡിഫെൻസിബിൾ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പോകരുത്. താങ്കൾ ഇവിടെ വളച്ചൊടിക്കാൻ ശ്രമിച്ച കാര്യം എന്താണെന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. താങ്കൾ ഇപ്പൊ പറയുന്നത് ഈ ലോ ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നേരത്തെ ടാക്സ് വെച്ചിട്ടില്ലായിരുന്നു, ഇപ്പോൾ ടാക്സ് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ശരിയാണ്. ഇത് ഈ ബജറ്റ് ഡോക്യുമെന്റ് അവതരിപ്പിച്ചതിന് ശേഷം പിന്നീട് നടത്തിയിരുന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. പക്ഷെ അതിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, കഴിഞ്ഞ സർക്കാർ 2024 ജൂൺ മാസത്തിൽ, മാർച്ച് മാസത്തിലോ മറ്റുമാണ് അവർ ഇതേപോലെ ഒരു മദ്യനയം കൊണ്ടുവന്നിരുന്ന സമയത്ത് അവർ പ്രൊപ്പോസ് ചെയ്തിരുന്ന കാര്യമാണ് ഈ ലോ ആൽക്കഹോൾ. അതായത് വീര്യം കുറഞ്ഞിരിക്കുന്ന മദ്യത്തിനെ നമുക്കിവിടെ കൊണ്ടുവരാം, അതിന് ടാക്സ് കുറച്ചു മതി. എവിടെ നിന്നാണ്? അന്നും ഫിക്സ് ചെയ്തിട്ടില്ലല്ലോ. താങ്കൾ പറഞ്ഞു അന്ന് ഫിക്സ് ചെയ്തിട്ടില്ല.
വി ഡി സതീശൻ പറഞ്ഞു ഫിക്സ് ചെയ്തിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ കണക്കൊക്കെ വരുന്നതെന്ന് ചോദിക്കുന്നു. പക്ഷെ അന്ന് എന്തായിരുന്നു LDF സർക്കാർ പറഞ്ഞത്? കുറഞ്ഞ നികുതി. അപ്പൊ എന്തിനേക്കാൾ കുറഞ്ഞ നികുതി ആയിരിക്കും ശ്രീ റോണി കെ ബേബി? നിലവിൽ വീര്യമുള്ള മദ്യത്തിന് കൊടുക്കുന്ന നികുതി എത്രയാണോ അതിൽ നിന്ന് കുറവ്, അങ്ങനെയല്ലേ? അതല്ലാതെ നേരത്തെ ഇല്ലാത്തൊരു കാര്യത്തിനെ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എവിടെ നിന്ന് കുറച്ച നികുതി എന്നാ പറയുന്നത്? വീര്യം കൂടിയ മദ്യത്തിന് സാധാരണ കൊടുക്കുന്ന നികുതി എത്രയാണോ, അതിന്റെ സെയിൽസ് ടാക്സ് എത്രയാണോ അതിനേക്കാൾ കുറഞ്ഞ നികുതിയായിരിക്കും വീര്യം കുറഞ്ഞ മദ്യത്തിന് എന്നാണ് LDF സർക്കാർ പറഞ്ഞിരുന്നത്. അതാണ് അഴിമതിയാണ്, തട്ടിപ്പാണ്, തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് ഡിസ്റ്റിലറുകൾക്ക് പണമുണ്ടാക്കി പാർട്ടിക്ക് ഫണ്ട് അടിക്കാനുള്ള പരിപാടിയാണ് എന്ന് VD സതീശൻ പറഞ്ഞത്. ഇപ്പൊ ചെയ്തിരിക്കുന്ന കാര്യം എന്താ? വീര്യം കുറഞ്ഞ മദ്യം. അദ്ദേഹം പറഞ്ഞ എന്താണ്? അത് LDFന്റെ നയമായിരുന്നു, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന പദ്ധതിയാണ് ഈ വീര്യം കുറഞ്ഞ മദ്യം. ശരി. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യമാണ് താങ്കളും ഇപ്പൊ പറയുന്നത്. അതായത് ഇതിന് നികുതി ഫിക്സ് ചെയ്തിട്ടില്ലായിരുന്നു, ഞങ്ങളിത് ഫിക്സ് ചെയ്തു. എവിടെ നോക്കിയാ ഫിക്സ് ചെയ്തത്? എന്തായിരുന്നു അതിന്റെ കമ്പാരിസൺ? ആ കമ്പാരിസൺ എന്ന് പറയുന്നത് LDF സർക്കാർ സ്വീകരിച്ചിരുന്നത് പോലെ തന്നെ സാധാരണ മദ്യത്തിനുള്ള സെയിൽസ് ടാക്സ് എത്രയാണ്? അത് ഏതാണ്ട് 251%. അതിൽ നിന്ന് കുറവാണ് നിങ്ങളും വെച്ചിരിക്കുന്നത്. 120% മുതൽ 175% വരെ വീര്യം അനുസരിച്ച്. എന്ന് വെച്ചാൽ LDF എന്താണോ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് അത് തന്നെയാണ് ശ്രീ VD സതീശൻ അവതരിപ്പിക്കുന്നത്. അതിനെ തന്നെയാണ് അതല്ല മറ്റൊന്നാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രീ റോണി കെ ബേബി ശ്രമിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ശ്രീ VD സതീശൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് പാൻസ് അല്ല, കാൽപാദം വരെയുള്ള നിക്കറാണ് എന്നാണ് താങ്കൾ ഇവിടെ വന്നിരുന്ന് പറയുന്നത്. ഇത് രണ്ടും ഇഫക്റ്റീവ്ലി ഒന്നാണ്. ഇത് തന്നെയുമല്ല, ഈ മദ്യ നയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒയാസിസിന്റെ പദ്ധതിയെ പറ്റി ഇവിടെ ശ്രീ മഞ്ജുഷ പറഞ്ഞു, ഹരിദാസ് സാറും പറഞ്ഞു. നോക്കൂ, അവിടെ ഈ ഒയാസിസ് കമ്പനി ഇവിടെ ഒരു പുതിയ ഡിസ്റ്റിലറി ബ്രൂവറി ഒക്കെ വരുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ അതിനെ എതിർത്തിരുന്നതാണ്, നമ്മളൊക്കെ അതിനെ വിമർശിച്ചതാണ്. ആ സമയത്ത് ശ്രീ VD സതീശൻ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ആ പത്രസമ്മേളനം നടത്തിയിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ 1-2 വാചകങ്ങൾ ഞാൻ ശ്രീ റോണി കെ ബേബിയുടെ ഓർമ്മയിലേക്ക് പറയാം. ഒന്ന്, മാറിയ മദ്യനയത്തിനെ കുറിച്ച് അറിഞ്ഞത് ഒയാസിസ് കമ്പനി മാത്രമാണ് എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ മദ്യനയം മാറിയത് ആരാ അറിഞ്ഞ്? ശ്രീ VD സതീശൻ മാത്രം അറിഞ്ഞത്, വേറെ ആരും അറിഞ്ഞിട്ടില്ല. ഈ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ലിജു അറിഞ്ഞിട്ടില്ല, KC വേണുഗോപാൽ അറിഞ്ഞിട്ടില്ല, VM സുധീരൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്? അല്ല, അതിൽ റോണി കെ ബേബി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബജറ്റിലെ ഒരു നിർദ്ദേശം മാത്രമാണിത്, അത് നടപ്പാക്കണമെന്നില്ല എന്നാണ്. എനിക്കത് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ബജറ്റിൽ ഇത് പറയുകയും അത് പിന്നീട് അത് വേണമെങ്കിൽ തിരുത്താം, അത് ശരിയാണ്. പക്ഷെ ഇത് ബജറ്റ് നോക്കൂ, ഇതിലെ പ്രശ്നം സർക്കാരിന്റെ കാഴ്ചപ്പാട് എന്താണോ അതിന് ചേർന്ന രീതിയിലത്തേക്ക് എവിടെയൊക്കെ ഫണ്ട് അലൊക്കേഷൻ ഉണ്ടാകണം എന്നതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് ആണ് ബജറ്റ്. അങ്ങനെ അവതരിപ്പിക്കുന്ന ബജറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ഫണ്ട് ആണെങ്കിലും മറ്റു കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്യുന്നത്. അവിടെ വെച്ചതിന് ശേഷം ആ കാര്യത്തിൽ ഞങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ബജറ്റിൽ വന്നിരിക്കുന്ന ഈ നിർദ്ദേശത്തിന്റെ പേരിൽ നമ്മൾ ആരെ കുറ്റം പറയണം? പിണറായി വിജയനെ കുറ്റം പറയാൻ പറ്റുമോ? കുറ്റപ്പെടുത്തേണ്ടത് ഇവിടെ ആ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്ന മന്ത്രി ആരാണോ, അദ്ദേഹത്തിന്റെ പാർട്ടി ആരാണോ, ആ ഗവൺമെന്റ് ആരാണോ, അവരെ മാത്രമാണ്. ഇതേപോലെ അന്ന് ഒയാസിസുമായി ബന്ധപ്പെട്ട് മദ്യനയത്തിൽ മാറ്റമുണ്ടായി എന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇവിടെ മദ്യനയം മാറിയത് ആരും അറിഞ്ഞില്ല, അങ്ങ് മധ്യപ്രദേശിലുള്ള ആൾക്കാർ അറിഞ്ഞുവെന്നാണ്. എന്ന് വെച്ചാൽ ഈ ഒയാസിസ് കമ്പനി അവിടെ നിന്നെന്തോ ആണ് വരുന്നത്, അവിടെ ഉള്ളവരെ അറിഞ്ഞുള്ളൂ, ഇവിടെ ഉള്ളവർ അറിഞ്ഞില്ല എന്ന്. ഞാൻ പറഞ്ഞു, സണ്ണി ജോസഫ് അറിഞ്ഞില്ലല്ലോ, KC വേണുഗോപാൽ അറിഞ്ഞില്ലല്ലോ, M ലിജു അറിഞ്ഞില്ലല്ലോ. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ എന്തുകൊണ്ടാണ് VM സുധീരൻ സംസാരിക്കുന്നത്? അപ്പൊ ശ്രീ റോണി കെ ബേബി പറയുന്നത് എന്താണ്? ഈ കാര്യത്തിനെ തെറ്റായി പറയുന്ന അല്ലെങ്കിൽ ശരിയായ രീതിയിൽ താങ്കൾ പറയുന്ന വിശദീകരണം മനസ്സിലാക്കാതെ ശ്രീജിത് പണിക്കർ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ചേട്ടാ അതേപോലെ തന്നെയാണല്ലോ VM സുധീരനെ സംസാരിക്കുന്നത്. VM സുധീരൻ അപ്പൊ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഇല്ല എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അതോ ഇതിനെ വളച്ചൊടിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു? അതോ ഈ പറഞ്ഞിരിക്കുന്നത് കേൾക്കാതെ താങ്കളെ കേട്ടില്ല എന്ന് പറയുന്ന പോലെ സതീശൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്താണെന്നോ, സതീശന് നേരത്തെ ഉണ്ടായിരുന്ന വിമർശനം എന്താണെന്നോ, അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്താണെന്നോ മനസ്സിലാക്കാതെയാണോ ആ നെടുനീളൻ ഒരു കത്ത് ശ്രീ VM സുധീരൻ അയച്ചത്? അപ്പൊ ഇവിടുത്തെ പ്രശ്നം ഞാൻ ആ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അതായത് LDF സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നത് പാൻസ് ആയിരുന്നു, പക്ഷെ UDF സർക്കാരിന്റെ കാലത്തുള്ളത് കാലറ്റം വരെ എത്തുന്ന, പാദം വരെ എത്തുന്ന നീളമുള്ള നിക്കറാണ് എന്നാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതും പാൻസ് ആണ്, ഇതും പാൻസ് ആണ്, വ്യത്യാസമൊന്നുമില്ല. അതിനെ താങ്കൾ എങ്ങനെ ന്യായീകരിച്ചു കഴിഞ്ഞാലും അത് മാറുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കുറഞ്ഞ നികുതിയാണോ അല്ലയോ? ഈ കുറഞ്ഞത് എന്ന് പറയുന്നത് നമ്മൾ എക്സിസ്റ്റിംഗുമായിട്ടല്ലേ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പകുതിയേ ഉള്ളൂന്നേ. അത് മാത്രമല്ല, അത് കുറഞ്ഞതാണെന്ന് നമ്മളെ മനസ്സിലാക്കി തന്നത് VD സതീശനാണ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ അല്ലേ? എക്സാക്ട്ലി. അദ്ദേഹം പറഞ്ഞത് ഒന്ന്, നമുക്കറിയാമല്ലോ, അഴിമതി എന്ന് പറയുമ്പോൾ അതില് സംസ്ഥാന സർക്കാരിന് ഖജനാവിന് നഷ്ടമുണ്ടാക്കുക എന്ന് പറയുന്നതും അഴിമതിയാണ്. ശ്രീ VD സതീശൻ ഇതേ കാരണം പറഞ്ഞിട്ടാണ് അവരെ നേരത്തെ വിമർശിച്ചത്. അതായത് സർക്കാരിന് കിട്ടേണ്ടുന്ന അധിക വരുമാനത്തിനെ ഇത് ഈ നികുതി കുറച്ചതുകൊണ്ട് ഇല്ലാതെയാക്കുന്നു. പകരം ഇതിന്റെ സെയിൽസ് കൂടും, കാരണം വില കുറവാണ്. അങ്ങനെ സെയിൽസ് കൂടുന്ന സമയത്ത് നികുതി കുറവായതുകൊണ്ട് കൂടുതൽ ലാഭം ഡിസ്റ്റിലറികൾ ഉണ്ടാക്കും. അപ്പൊ സർക്കാരിന്റെ ഖജനാവിന് നഷ്ടമുണ്ടാക്കി ആ പണം സ്വകാര്യ വ്യക്തികൾക്ക്, അവരുടെ കമ്പനികൾക്ക്, ഡിസ്റ്റിലറികൾക്ക്
കൊടുക്കുന്നു. ശരി, ആ ഡിസ്റ്റിലറിയിൽ നിന്ന് അത് കമ്മീഷൻ അങ്ങനെ കൈപ്പറ്റുകയും കൊടുക്കുന്നത് ചെയ്യാം. ഒരു ഇതാണല്ലോ സംഭവിക്കുന്നത്. ഡിസ്റ്റിലറിയിൽ നിന്ന് കമ്മീഷൻ കൈപ്പറ്റുകയും ചെയ്യാം. ശരി പാർട്ടിക്കടിക്കാൻ. ശരി. ശ്രീ എം കെ ഹരിദാസ്, ഈ വി ഡി സതീശൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇവിടെ ഒറ്റപ്പെട്ടു പോകുന്നുണ്ടോ? കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കാത്തവരാണ് മന്ത്രിസഭയിലുള്ള ഭൂരിഭാഗം ആളുകളും. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അദ്ദേഹം ഈ മന്ത്രിമാരെ അപ്രസക്തരാക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് വഴിവെക്കുമല്ലോ. കാരണം അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുവാനുള്ള ഒരു വലിയ നിര ഇപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിലുണ്ട്. നിശബ്ദമായി ഇരിക്കുന്നവരുണ്ട്, ഓരോരുത്തരായി തല പൊക്കി തുടങ്ങും. ഇന്ന് കെ സി വേണുഗോപാലിന്റെ പ്രതികരണം ആ രീതിയിലുള്ളത് കൂടിയായിരുന്നു. ശ്രീ എം കെ ഹരിദാസ്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് കെ സി വേണുഗോപാലിന്റെ പ്രതികരണം തന്നെയാണ്. അതായത് അദ്ദേഹം കേരളത്തിന്റെ കൂടിയൊക്കെ ചുമതലയുള്ള വർക്കിംഗ് ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഇവിടെ വന്നിട്ട് എന്തെന്നാ പറയുന്നത്, മാധ്യമങ്ങളോട് പറയുന്നത് കേന്ദ്രത്തിന്റെ നയപരമായ കാഴ്ചപ്പാടുകൾക്കും തീരുമാനങ്ങൾക്കും എതിരായിട്ട് ആര് നടപടിയെടുത്താലും അത് തിരുത്തേണ്ടി വരും എന്നുള്ളത് വാണിംഗാണ്. വി ഡി സതീശന് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് CPM-നോ അല്ലെങ്കിൽ LDF-നോ അല്ല, തന്റെ പാർട്ടിക്ക് ചുറ്റും കത്തി കയ്യിൽ പിന്നിൽ മറച്ചു പിടിച്ചുകൊണ്ട് തന്നോട് അങ്ങേയറ്റം സ്നേഹാദരങ്ങളോട് പെരുമാറുന്നു, തന്നോടൊപ്പം എല്ലാ കാലത്തും നിൽക്കുമെന്ന് വിചാരിക്കുന്ന ഒരു പറ്റം ആളുകളുടെ നടുവിലാണ് താൻ നിൽക്കുന്നതെന്നും അത് കേവലം ഒരു പത്മവ്യൂഹമാണ്, അതിൽ നിന്നും പുറത്തു കടക്കുക എന്നുള്ളത് എളുപ്പമല്ല എന്നുള്ള ബോധത്തോടു കൂടി വേണം അദ്ദേഹം ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ചെയ്യാൻ. പക്ഷെ അദ്ദേഹം ഇതുവരെയ്ക്ക് ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത്തരത്തിലല്ല. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് കേവലം ഒരു മാസം കഴിഞ്ഞിട്ടുള്ള സർക്കാരിനെ കുറിച്ചിട്ട് വിലയിരുത്താനോ ഒരു ഹണിമൂൺ കാലഘട്ടം എന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷം പോലും 6 മാസം കൊടുക്കുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ സാമൂഹ്യ പ്രവർത്തകരും നിരീക്ഷകരൊക്കെ ഇവിടെ വന്നിരുന്നത് സർക്കാരിനെ വിമർശിക്കുന്നതിലെയും ബുദ്ധിമുട്ട് മഞ്ജുഷിന് നന്നായിട്ട് അറിയാം. എനിക്കും അതിനൊരു കുറ്റബോധമുണ്ട്. പക്ഷെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഇദ്ദേഹമൊക്കെ ചെയ്യുന്ന ഇത്തരം പ്രവർത്തികൾ തെറ്റാണ്, അത് നിങ്ങൾ മുൻപ് പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താതെ എങ്ങനെയാണ് നമ്മൾ ഈ സർക്കാരിന് മുൻപോട്ട് പോകാനാകുക? 10 വർഷത്തെ ദുർഭരണത്തിൽ നിന്നും കേരളത്തെ രക്ഷിച്ചെടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ അത്രയേറെ താല്പര്യത്തോടു കൂടിയാണ് ഈ UDF-നും അതുമാതിരി തന്നെ വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം എന്നുള്ള പിടിവാശിയിലും ഇവിടെ നിന്നിരിക്കുന്നത്. ആ വ്യക്തി താൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം മലക്കം പറഞ്ഞ് ഇപ്പോൾ ഒരു പ്രായോഗിക രാഷ്ട്രീയം കളിക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണോ, അതുപോലെ തന്നെ ഈ കോൺഗ്രസ് അല്ലാതെ ഇത്തരത്തിലുള്ള മധ്യരാജാക്കന്മാർക്കും മധ്യമുതലാളിമാർക്കും ഒക്കെ സഹായം ചെയ്യാനോ എന്ന് ജനങ്ങൾക്ക് തോന്നത്തക്ക വിധത്തിലുള്ള ഒരു അന്തരീക്ഷം ഇത്രയും പെട്ടെന്ന് വി ഡി സതീശൻ സൃഷ്ടിക്കരുതായിരുന്നു. ഇവിടെ ടി പത്മനാഭൻ പറഞ്ഞ കാര്യം മഞ്ജുഷിനറിയാം, ശ്രീ പണിക്കർക്കറിയാം, ശ്രീ റോണിക്കറിയാം. തുടക്കം നന്നായില്ലെന്ന് KPCC പ്രസിഡന്റിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ഒരു സാഹിത്യകാരനാണെങ്കിൽ അതേ പറച്ചിൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയാൽ പറയുന്ന അവസ്ഥയിലേക്ക് ഈ മന്ത്രിസഭയും ഈ വി ഡി സതീശന്റെ തീരുമാനങ്ങൾ പോവുകയാണെങ്കിൽ അത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. ഒരു കാര്യം കൂടി പറയട്ടെ മഞ്ജുഷ്, ഇവരെന്താ പറയുന്നത്? ഈ PM3 പദ്ധതിയെ കുറിച്ചിട്ട് പറയുന്നത് ഭരണ തുടർച്ചയാണ്. അവിടെ മുൻപ് ഒരു സർക്കാർ എടുത്ത തീരുമാനത്തിൽ കൈ കടത്താനും അത് വേണ്ടെന്ന് വെക്കാനും ഒക്കെ പരിമിതികളുണ്ട്. ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ അങ്ങേയറ്റം പരിചയസമ്പന്നരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരല്ലേ. ഈ വി ഡി സതീശനായാലും UDF-ന്റെ പ്രവർത്തകരായാലും കോൺഗ്രസിന്റെ നേതാക്കളായാലും ഇത്തരത്തിൽ ഭരണത്തിലിരുന്നു കൊണ്ട് മുൻ സർക്കാർ എടുത്ത തീരുമാനങ്ങളിൽ നിങ്ങൾ അധികാരത്തിൽ കയറിയാൽ ഇതൊക്കെ വലിച്ച് അറബിക്കടലിലേക്ക് വലിച്ചെറിയുമെന്ന് പറയുമ്പോൾ ഇവർക്ക് ഈ ബോധമുണ്ടായിരുന്നില്ലേ? ഒരു മുൻ സർക്കാർ എടുത്ത തീരുമാനങ്ങളിൽ ഇടപെടുമ്പോഴും കരാർ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിൻവാങ്ങുന്നതിനൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് ഇവർ ഓർത്തിട്ട് വേണ്ടേ ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ട്? അപ്പൊ ജനങ്ങളോട് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന അവസ്ഥയിൽ പറഞ്ഞുകൊണ്ട് വോട്ട് നേടി അധികാരത്തിൽ കയറിക്കൊണ്ട് മുൻ സർക്കാർ എങ്ങനെയൊക്കെയാണോ ജനങ്ങളെ ദ്രോഹിച്ചിരുന്നത് ആ ദ്രോഹം തുടരാനാണ് വി ഡി സതീശന്റെയും അതുമായി തന്നെ ഇവിടുത്തെ മന്ത്രിസഭ ഇപ്പോൾ കേരളം ഭരിക്കുന്ന മന്ത്രിസഭയുടെയും UDF-ന്റെയും ഒക്കെ പരിപാടിയെങ്കിൽ മഞ്ജുഷ് എന്നോട് ചോദിച്ച ചോദ്യത്തിന് തന്നെ ഉത്തരം അതിലുണ്ട്. ഈ പോക്ക് ശരിയായിട്ടുള്ള പോക്കല്ല. ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ ഇത്രയൊക്കെ ചാനൽ ചർച്ചകളിലായാലും മാധ്യമങ്ങളെ കൊണ്ടായിട്ടായാലും സാധാരണ ജനങ്ങളെ കൊണ്ടായാലും പറയിപ്പിക്കത്തക്ക തോതിലുള്ള ഒരു കൂട്ടുത്തരവാദിത്വം ഇല്ലാത്ത തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ലതല്ല. പ്രത്യേകിച്ച് കോൺഗ്രസിനെ തന്നെ ശ്രീ റോണിക്ക ബേബി MLA അതിനുള്ള മറുപടി, കൂട്ടുത്തരവാദിത്വം ഇല്ലാത്ത ഒരു സർക്കാരായിട്ട് തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു പ്രതിച്ഛായ വരുന്നത് ശരിയല്ല. കാരണം ഇവ കൂട്ടുത്തരവാദിത്വമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ അബ്കാരി വകുപ്പിന്റെ പ്രപ്പോസലായിട്ടാണെങ്കിൽ അങ്ങ് പറയുന്നത് ശരിയാണ്. ഈ പറയുന്ന അങ്ങ് പറയുന്നു പിന്നെ അബ്കാരി എക്സൈസ് മന്ത്രി അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇവിടെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ചരക്ക് സേവന നികുതി വകുപ്പ് അത് ആരുടെ നിയന്ത്രണത്തിലാണ്? അത് ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ നിയന്ത്രണത്തിലാണ്. ആ വകുപ്പിന്റെ ഭാഗത്ത് വന്നിട്ട് പ്രപ്പോസൽ ഞാൻ ഇവിടെ എൻ്റെ സ്റ്റാൻഡ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. എൻ്റെ ഒരു കൺഫ്യൂഷനും ഇല്ല. ഒരു അബ്കാരി നയം വരുമ്പോൾ ഇത് വേണ്ടെങ്കിൽ വേണ്ടത് ഞങ്ങളത് എടുത്ത് കളയുന്നേ.
കാരണം അബ്കാരി നയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അബ്കാരി നയത്തിന് പുറത്തു നിന്നുകൊണ്ട് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. അബ്കാരി നയത്തിന്റെ ഭാഗമായി തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ ഈ പറയുന്ന ഈ ചരക്ക് സേവന നികുതി വകുപ്പിന് നികുതി പിരിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു, ഇത് വേണ്ട എങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. കാരണം ഇതിനകത്ത് പറഞ്ഞല്ലോ വിഭവ സമാഹരണം, കാരണം കേരളത്തിൽ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അപ്പോൾ അതിനുള്ള അത് പറയാമോ? UDF-ന്റെ ഏത് മദ്യനയത്തിലാണ് വീര്യം ഇപ്പൊ നിലവിലുള്ള ഏത് സർക്കാരിന്റെ അബ്കാരി നിയമം ഞാൻ പറയാം, അത് കഴിഞ്ഞ സർക്കാരാണല്ലോ കൊണ്ടുവന്നത്. 2022 മാർച്ച് 31 LDF സർക്കാർ കൊണ്ടുവന്ന മദ്യനയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് മാറ്റണം, അത് മാറ്റും, അത് മാറ്റും. അത് മാറ്റിയില്ലല്ലോ. അതെ, ആ നയം, കാരണം ഇപ്പോൾ അബ്കാരി നയം ഞങ്ങൾ എടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ നിലവിലിരിക്കുന്ന ആ ഗവൺമെന്റ് നയമാണല്ലോ, അത് ഞങ്ങൾ മാറ്റുന്നേ. അത് മാറ്റി കഴിയുമ്പോൾ ഇതെടുത്ത് കളയും. കാരണം പുതിയ അബ്കാരി നയം വരുമ്പോൾ ഞാൻ ഇത് ചർച്ചയിൽ വളരെ 2-3 തവണ പറഞ്ഞു, പുതിയ അബ്കാരി നയം വരുമ്പോൾ ഈ പ്രപ്പോസൽ ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാന്നേ. പുതിയ അബ്കാരി നയം വരുമ്പോൾ ഈ പ്രപ്പോസൽ ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. പുതിയ അബ്കാരി നയം വരട്ടെ, അന്ന് നിങ്ങൾ വിമർശിച്ചോ, അന്ന് കൃത്യമായി മറുപടി പറയാം. ഇപ്പോൾ അബ്കാരി നയത്തിന്റെ ഭാഗമല്ലാതെ ഇത് ചരക്ക് സേവന നികുതി വകുപ്പ്, ചരക്ക് സേവന നികുതി വകുപ്പിന്റെ ഒരു പ്രപ്പോസൽ മാത്രമാണ്. പിന്നെ അപ്പോൾ അതിൻ്റെ കൂട്ടുത്തരവാദിത്വം ഇല്ല. കാരണം ഈ പറയുന്ന എക്സൈസ് വകുപ്പിന്റെ ഒരു പ്രപ്പോസലാണ്, എക്സൈസ് മന്ത്രി അറിയാതെ വന്നെങ്കിൽ നിങ്ങൾക്ക് പറയാം കൂട്ടുത്തരവാദിത്വം ഇല്ല എന്ന് പറയാം. ഇത് എക്സൈസ് വകുപ്പിന്റെ പ്രപ്പോസൽ അല്ല, ഇത് ധനകാര്യ വകുപ്പിന് ഒരു പ്രപ്പോസൽ വന്നു, ആ പ്രപ്പോസൽ ധനകാര്യമന്ത്രി അവതരിപ്പിച്ചു. ഇനി അത് വേണം വേണ്ടതുള്ളത് കൂട്ടായി ചർച്ച ചെയ്യും. ഒരു പദ്ധതി ഉണ്ടെങ്കിൽ മാത്രമല്ലേ അതിന് ടാക്സ് ചുമത്തേണ്ടതുള്ളൂ. അല്ല, ഇപ്പോൾ അങ്ങനെ ഒരു ടാക്സ് നിശ്ചയിക്കേണ്ട ആവശ്യമേ ഇല്ലല്ലോ. മദ്യനയത്തിൽ അത് ഇടം പിടിക്കാത്ത ഒന്നാണെങ്കിൽ എന്തിനാണ് ടാക്സ് നിശ്ചയിക്കുന്നത്? ആരും നിർബന്ധിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, ഏറ്റവും കാരണം നമ്മുടെ മുമ്പിൽ പലതരത്തിൽ നികുതി നിർദ്ദേശങ്ങളുണ്ട്. കാരണം നമുക്കറിയാം നികുതി നിർദ്ദേശങ്ങൾ മുഴുവനും ഇടം പിടിക്കില്ലല്ലോ ബജറ്റിൽ. ഇതെന്താണ് ബജറ്റിൽ? അല്ല, അങ്ങനെ പലതരം നിർദ്ദേശങ്ങളും വരും. അല്ല, ശ്രീ റോണി, കേരളത്തിൽ ചൂതാട്ടത്തിന് 400% ടാക്സ് വേണമെന്ന് ആരെങ്കിലും പ്രപ്പോസ് ചെയ്താൽ ഉടനെ അത് ബജറ്റിൽ വായിക്കുമോ? നമ്മുടെ നാട്ടിൽ ചൂതാട്ടം ഇല്ലല്ലോ. അപ്പൊ ഇല്ലാത്ത കാര്യം നിങ്ങളുടെ പദ്ധതി അനുസരിച്ചിട്ടല്ലേ ആ സാധനം ചെയ്യുക. കാരണം നിലവിൽ ചൂതാട്ടമില്ല. ഞാൻ അങ്ങ് പറഞ്ഞതിന് സമ്മതിക്കുന്നു, അംഗീകരിക്കുന്നു. പക്ഷേ ഇപ്പോൾ നിലവിലിരിക്കുന്ന ഏതാ? ഇപ്പോൾ നിലവിലിരിക്കുന്ന അബ്കാരി നയം എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് അബ്കാരി നയമുണ്ട്. അത് വേണം ഞങ്ങൾ തീരുമാനിച്ചോളാം. എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഞങ്ങൾ അത് കഴിഞ്ഞ് തീരുമാനിച്ചു. അബ്കാരി ഞാൻ പറഞ്ഞല്ലോ, അത്രേ ഉള്ളൂ ഞാൻ പറയുന്നത്. ഇംപ്ലിമെന്റഡ് അല്ല. ഞാനും അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഞാനും അത്രേ പറയുന്നത് ഇംപ്ലിമെന്റഡ് അല്ല. അത് ഇംപ്ലിമെന്റഡ് അല്ല. ഇംപ്ലിമെന്റ് ആകാൻ വേണ്ടി ഒരു തീരുമാനം വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനല്ല, ഇംപ്ലിമെന്റഡ് അല്ലാത്ത ഒരു കാര്യത്തിന് 120% ടാക്സ്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് തീരുമാനിക്കേണ്ട അബ്കാരി നയത്തിലാന്നേ. അത് തീരുമാനിക്കേണ്ടത് അബ്കാരി നയത്തിലാണ്. അബ്കാരി നയം വരട്ടെ, അതൊരു വെയിറ്റ് ചെയ്യേ. ഏതൊക്കെ ഞങ്ങളുടെ ഗവൺമെന്റ് അബ്കാരി നയം ഉണ്ടാവുമല്ലോ, അത് ഉടനെ തന്നെ അബ്കാരി നയം വരും. അന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ തീരുമാനങ്ങൾ എന്തായാലും പ്രതിപക്ഷത്തിരുന്നപ്പോൾ നിങ്ങളെടുത്ത തീരുമാനത്തിന് ഘടകവിരുദ്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീരുമാനം ചിലപ്പോൾ മാറ്റിയേക്കാം. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് തീരുമാനം തെറ്റാണെന്ന് 57% പ്രേക്ഷകർ, തെറ്റല്ലെന്ന് 39%. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.